और लीड करने वाले परमेश्वर के दास को और जितने भी लोग देश और विदेश इसमें जुड़े हैं, हर एक को याद करते हुए शाम के समय में प्रभु को धन्यवाद देते हैं। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രി തുറന്ന് കർത്താവിന്റെ വചനത്തിന് മുൻപാകെ അല്പസമയങ്ങളായിരിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. और बहुत प्रार्थना पूर्व आज वचन के सामने बैठने के लिए परमेश्वर के शरण में आते हैं. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ അകത്ത് പ്രകാശിതമാക്കിയ ഒരു അനുഗ്രഹീതമായ വേദഭാഗം നിങ്ങളുടെ മുൻപാകെ വെച്ച് അതിൽ കൂടി ലളിതമായ ചില ആത്മീക സത്യങ്ങൾ എനിക്ക് അനുവദിക്കപ്പെട്ട സമയപരിധിയിൽ പ്രസ്താവിച്ച് വാക്കുകളെ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഹലോ, പ്രൈസ് ദി പാസ്റ്റർ, ഒന്ന് പറയാമോ? പ്രൈസ് ലോർഡ്. കേൾക്കാവുന്ന വാസേ, കേൾക്കാവോ? ഈ രാത്രിയിലെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായി 141 സങ്കീർത്തനം അതിന്റെ 2 വാക്യം ഞാനിവിടെ പരസ്യമായി വായിക്കുന്നു. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. और आज के वचन के चिंता के लिए मैं भजन संहिता 141 उसका दूसरा वचन को पढ़ना चाहता हूं. वहां पर ऐसा लिखा है, मेरी प्रार्थना तेरे सामने सुगंध धूप और मेरा हाथ फैलाना संध्या काल का अन्न बलि ठहरे. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവിന്റെ ശബ്ദത്തിനായി നമ്മുടെ മനസ്സുകളെയും ഹൃദയത്തെയും ചായ്ക്കാം. और प्रार्थना पूर्व आज परमेश्वर का वाणी सुनने के लिए हमारे कान और हमारे मन को परमेश्वर के हाथ में सौंपेंगे. പ്രാർത്ഥന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ രാത്രി ഒരു ലളിതമായ സന്ദേശം കർത്താവിന്റെ അകത്ത് പ്രകാശിതമാക്കിയത് നിങ്ങൾക്ക് കൈമാറുവാൻ താല്പര്യപ്പെടുന്നു. आज का संदेश का मुख्य संदेश में प्रार्थना के रूप में करने के लिए परमेश्वर से जो मिला है उसको मैं आपके सामने में प्रस्तुत करना चाहता हूं. പരിചയസമ്പന്നരായ ദൈവജനത്തിന്റെ ഇടയിൽ പ്രാർത്ഥനയെ കുറിച്ച് ഒരു പ്രസംഗത്തിന്റെ ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. और बहुत अनुभवी दासों के बीच में प्रार्थना के बारे में कुछ कहने की जरूरत है, मुझे नहीं लगता है कि कोई जरूरत है. നാം എല്ലാവരും ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയിൽ കർത്താവുമായിട്ട് സമയങ്ങൾ ചിലവിടുന്ന ദൈവദാസി ദാസന്മാരാണ്. हम परमेश्वर के जितने भी दासी दास लोग हैं, हम अच्छे समय प्रार्थना के लिए बिताते हैं और परमेश्वर के साथ में बैठ के हम लोग प्रार्थना करने वाले हैं. എന്നാൽ ഈ രാത്രിയിലെ തിരുവചന ധ്യാനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവിന് ചില കാര്യങ്ങൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുവാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. मगर आज का शाम के टाइम में कुछ बात को परमेश्वर को हमको समझाना है या तो हमें कहना है, इसके लिए इस वचन के आधार पर बैठना चाहता हूं. വായിച്ച വാക്യം ഇങ്ങനെയാണ്, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. और वचन को मैंने ऐसा पढ़ा कि मेरी प्रार्थना तेरे सामने सुगंध धूप और मेरा हाथ फैलाना संध्या काल का अन्न बलि ठहरे. ഇതിനകത്ത് പ്രാർത്ഥനയെ ഒരു ധൂപത്തോട് ചിത്രീകരിച്ചിരിക്കുകയാണ്. यहाँ पर प्रार्थना को एक सुगंध धूप के तुलना में कहा गया है. ധൂപം എന്താവണമെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. धूप क्या है समझने के लिए हमें और थोड़ा पीछे जाना पड़ेगा. ആലയങ്ങളിലെ പ്രഥമ ആലയമാണ് സമാഗമന കൂടാരം. और आलय का हमें पता है, जो मिलाप वाले जो तंबू है वो हालेलुया उसका आलय का जो प्रधान भाग है. സമാഗമന കൂടാരത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. और मिलाप वाले तंबू के 3 भाग उसमें है. ഒന്ന് പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. उसका सबसे पहला आंगन होता है, दूसरा है कि पवित्र स्थान और तीसरा है कि अति पवित्र स्थान. ഈ മൂന്നിടത്തായി ചിട്ടപ്പെടുത്തി വയ്ക്കപ്പെട്ടിരിക്കുന്ന 7 ഉപകരണങ്ങളുണ്ട്. और ये तीनों जगह में हर ऑर्डर के साथ में क्रम अनुसार रखा गया 7 उपकरण वहां पर है. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളുണ്ട്. और आंगन में 2 उपकरण रखा गया है. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളുണ്ട്. और पवित्र स्थान में 3 उपकरण रखा गया है. അതിപരിശുദ്ധ സ്ഥലത്ത് 2 ഉപകരണങ്ങളുണ്ട്. और अति पवित्र स्थान में भी 2 उपकरण को रखा गया है. ഇങ്ങനെ ഈ മൂന്നിടത്തായി ദൈവം ഹിതാനുസരണം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന 7 ഉപകരണങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കും. और इस प्रकार वहां पर 7 उपकरण क्रम अनुसार रखा हुआ हमको देखने को मिलता है.
ഇതിനകത്ത് വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളുണ്ട്. ഒന്ന് കാഴ്ചയപ്പത്തിന്റെ മേശ, 2 കവരവിളക്ക്, 3 ധൂപപീഠം. और उसमें अति पवित्र स्थान में 3 चीज को रखा गया कि हमको पता है, वहां पर मेस रखा गया, दूसरा हालेलुया मन्ना जो है उसका वो मन्ना को रखा गया, और तीसरी बात वहां पर धूपदानी जो वो रखा गया है। ബൈബിള് പഠിക്കുന്നവർക്ക് അറിയാം, നിഴലും പൊരുളും എന്ന് പറയുന്ന ഒരു പഠനശാഖ ആ ബൈബിൾ പഠനത്തോട് ബന്ധപ്പെട്ട ഉണ്ട്. और बाइबल का अध्ययन जो करने वाले लोगों को पता है कि छाया जो प्रतिबिंब के बारे में वहां पर बता के हमको अच्छी तरह समझने को मिलता है। അങ്ങനെയുള്ള പഠനത്തിൽ നാം ഏർപ്പെടുമ്പോഴാണ് ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ ഒക്കെ ആത്മീക സത്യങ്ങൾ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. और उस अध्ययन को करने वाले जो समझेगा तभी हमको पता चलेगा कि आपका आत्मिक मर्म क्या है करके, तभी हमको पता चलेगा। പഴയ നിയമത്തിലുള്ള സത്യങ്ങളെല്ലാം നിഴലുകളാണ്, അവ ഒരു പൊരുളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. और पुराने नियम के जितने भी है वो सब एक छाया है, मतलब एक छाया के रूप में वहां पर नए नियम का मतलब उंगली लगाता है। പഴയ നിയമത്തില് 5 യാഗങ്ങളും അതിന്റെ ഉപവകുപ്പുകളും ഉണ്ട്. पुराने में 5 हालेलुया बलि के बारे में बता गया है, 7 ഉത്സവങ്ങളുണ്ട്, और 7 पर्वों के बारे में बताया गया है। സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ, അതിന്റെ പലകകൾ, അന്താഴങ്ങൾ, മൂടുശീല, ഇതിനെല്ലാം ആത്മീക അർത്ഥങ്ങൾ ഉള്ളതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. और वचन में ऐसा सिखाता है कि मिलाप वाले तंबू के जितने भी उपकरण, उसका जो सामने का पर्दा, जो कुछ भी है, सब कुछ उसका आत्मिक मर्म, उसका अर्थ है। ഞാൻ അതെല്ലാം വിശദീകരിക്കുവാൻ വേണ്ടിയല്ല ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഒരു മുഖവര പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. मैं उसका विवरण पूरा देने के लिए नहीं आया हूं, मैं अपने जो वचन निकाला है उसके बारे में आपको कुछ बातों को बताया है। അവ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന 3 ഉപകരണങ്ങളിലെ ഒരു ഉപകരണമാണ് ധൂപപീഠം എന്നുള്ളത്. और पवित्र स्थान का 3 उपकरण में एक उसमें का उपकरण है, उसका नाम है धूपदानी। ഈ ഉപകരണത്തിന്റെ മേൽ പഴയ നിയമത്തിൽ നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ അകത്ത് ചെന്ന് ധൂപം കാട്ടുമായിരുന്നു. और इस उपकरण के ऊपर पुराने में जितने भी पुरोहित याजक लोग को इसका जिम्मेदारी दिया गया है, वो जाके वहां पर धूप लगाते थे। ഒരു ധൂപം പഴയ നിയമത്തിൽ വിശുദ്ധ സ്ഥലത്ത് നടക്കണമെങ്കിൽ അതിന് പ്രധാനമായി 2-3 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. और धूपदानी का कर्म वहां पर होने के लिए 2-3 खास बात बहुत जरूरी है। ധൂപപീഠം ആവശ്യമാണ്, ധൂപാർപ്പണം ചെയ്യാൻ ഒരു പുരോഹിതൻ ആവശ്യമാണ്, അദ്ദേഹത്തിന് ധൂപപീഠത്തിന്റെ മേൽ അർപ്പണം ചെയ്യാൻ ധൂപവർഗക്കൂട്ട് ആവശ്യമാണ്. और धूप जलाने के लिए धूपदानी जरूरी है, और उसका कर्म, उसका सेवा करने के लिए याजक जरूरी है, और उसमें जितने भी वस्तुओं की जरूरत है ये सब उपलब्ध होना जरूरी है। ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴേ പഴയ നിയമത്തിൽ ധൂപം അർപ്പണം നടക്കുകയുള്ളൂ. इतना कार्य पूरे मिलने के बाद में पुराने नियम के उसका जो अर्पण है वो पूरा होते हैं। ഇങ്ങനെ അർപ്പിക്കുന്ന ധൂപാർപ്പണത്തെ കണ്ടുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു ഭക്തൻ പറയുകയാണ്, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യ യാഗമായും തീരട്ടെ. आमीन, हालेलुया। इस बात को देखते हुए पुराने नियम का एक भक्त ऐसा कहता है कि मेरी प्रार्थना तेरे सामने सुगंध धूप और मेरा हाथ फैलाना संध्या काल का अन्न बलि ठहरे। നമ്മുടെ പ്രാർത്ഥന ഫലകരമാകണമെങ്കിൽ നിശ്ചയമായും ഈ രാത്രി നാം ധ്യാനിക്കുന്ന വചനങ്ങളിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായും പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ശക്തിവത്തായി മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. आमीन। और मैं विश्वास करता हूं इसके बारे में हम जब मनन करते वक्त, आज के बाद जो रात को हम जो प्रार्थना करते हैं और थोड़ा गहराई से प्रार्थना करने के लिए प्रभु हम सबको सहायता करेंगे। ധൂപപീഠം ഉള്ളത് കൊണ്ടോ അർപ്പിക്കുവാൻ പുരോഹിതൻ ഉള്ളത് കൊണ്ടോ ധൂപം പൂർണ്ണമാകുകയില്ല. धूपदानी होने से या तो धूपदानी जलाने के लिए याजक होने से जरूरी नहीं कि वो पूरा हो जाएगा। പുരോഹിതന് ധൂപപീഠത്തിന്റെ മേൽ അർപ്പിക്കുവാൻ ധൂപവർഗ കൂട്ട് വേണം. और याजक को उसको अर्पण करने के लिए उसमें जितने भी वस्तुएं हैं उसका पूरा मिलना बहुत जरूरी है। ധൂപവർഗ കൂട്ടിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. और उसके बारे में बताने के लिए हाल निर्गमन का पुस्तक उसका 30 का अध्याय उसका 4वां वचन में लिखा गया है। അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗങ്ങളും. और वहां पर कई बातों को बताया गया है कि वहां पर उसके ऊपर जो अर्पण करने का नाम उस पद पर वहां पर दिया गया है। അതിന്റെ കൂടെ നിർമ്മല സാമ്പ്രാണിയും ചേർക്കണം. और उसका जो साथ में जो निर्मल जो हाल धूप जो है वो भी जलाने के लिए कहा जाता है। അനന്തരമായി ഉപ്പും കൂടി ചേർത്ത്
വിശുദ്ധമായ ധൂപവർഗ കൂട്ട് ഉണ്ടാക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और उसके साथ में नमक को मिलाकर हालेलुया विशुद्ध हालेलुया मतलब पवित्रता के साथ में उसको अर्पण करने के लिए कहा गया है. അപ്പൊ ധൂപപീഠത്തിന്റെ മേൽ പഴയ നിയമത്തിലെ പുരോഹിതൻ അർപ്പിക്കുന്ന ധൂപവർഗ കൂട്ടിനകത്ത് എത്ര ഘടകങ്ങളുണ്ട് ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. और उस वाक्य में ऐसा लिखा है कि मतलब याजक उसमें चले गए कितने प्रकार के वस्तु उसमें मिला है करके वहां पर लिखा गया है. ഒന്ന് നറുംപശ, सबसे अव्वल उसका गम को बताया जाता है, രണ്ട് ഹൽബാനപ്പശ, और दूसरा अलग तरह के गम के बारे में वहां पर बताया गया है. നീ നറുംപശ, ഹൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി പ്ലസ് അതിന്റെ കൂടെ ഉപ്പും കൂടി ചേർക്കുക. और ये सब धूप जलाने के टाइम में साथ में नमक को मिलाकर अर्पण करने को कहता है. അപ്പൊ കുറഞ്ഞ പക്ഷം 5 ഘടകങ്ങൾ ചേർന്ന ഒരു സമ്മിശ്ര കൂട്ടാണ് ധൂപവർഗ കൂട്ട്. अर्थात कम से कम 5 वस्तुओं का मिलकर जो मिलाकर जो जलाया जाता है वो है धूपदानी का वस्तुओं का मिश्रण. ഈ 5 വസ്തുക്കൾ ചേർന്ന് പൊടിഞ്ഞ ഒരു കൂട്ടാണ് പുരോഹിതൻ ധൂപപീഠത്തിന്റെ മേൽ അർപ്പണം ചെയ്യുന്നത്. और 5 वस्तुओं को मिलाकर उसको बनाया हुआ एक धूप है, याजक उसको ऊपर अर्पण करता है. നമ്മളൊക്കെ സാമ്പാർ വയ്ക്കുന്നവരും കൂട്ടുന്നവരുമാണ്. അവിടെയും സാമ്പാർ ഉണ്ടെന്ന് ഞാൻ കരുതുക. हम सभी लोग सांबार को बनाते हैं और खाते भी हैं. मैं विश्वास करता हूँ आप सभी को सांबार के बारे में पहचान है. സാമ്പാറിനകത്ത് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ഉണ്ടാക്കുന്നവർ പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടാകും. എത്ര കൂട്ടം കാര്യം ചേർന്നാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട് വരും. और सांबार हमेशा बनाने वाले को पूछे कि सांबार में कितने प्रकार का वेजिटेबल है, तो जल्दी में घाई गड़बड़ी में वो भी शायद बोलने को शायद भूल जाएगा. എന്നാൽ നമുക്കറിയാം സാമ്പാറിനകത്ത് എന്തെങ്കിലും ഘടകങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുമ്പോൾ നമുക്കറിയാം ഇന്ന ഘടകം ഇതിനകത്ത് ചേർന്നിട്ടില്ല. और उसमें करते वक्त हमको पता है कि कोई भी चीज का अगर कमी हो जाता है तो हमें पता है कि उसमें कोई चीज का कमी हुआ है. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ഘടകങ്ങളും ചേർത്തല്ല നമ്മൾ സാമ്പാർ വയ്ക്കാറുള്ളത്. मैं आपसे कहना चाहता हूँ कि हम लोग जब भी हम लोग सांबार को बनाते हैं तो हर बार हर उसमें के जितने भी जो सब्जी है हम हर एक को मिलाकर हम लोग नहीं बनाते हैं. ഞാൻ ഒരു 8 കൊല്ലം മുമ്പ് പന്തളത്ത് ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് പോയി ഉച്ചയ്ക്ക് അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ശാപ്പാടിന് വേണ്ടി അവിടെ ഇരിക്കുന്ന സമയം एक बार मैं 8 साल पहले 15 नाम के जगह पे मीटिंग में जाके वहां पर जब खाने के लिए मैं बैठ रहा था, അവിടുത്തെ പാസ്വാന്റി എനിക്ക് ഭക്ഷണം വിളമ്പി തന്നുകൊണ്ടിരിക്കുക. और वहां का पास्टर का जो एंटी है हालेलुया अम्मा में है वो इनको मतलब खाना परोस रहा था. ഇടയ്ക്കിടയ്ക്ക് ആ ദേവിദാസ് എന്നോട് പറയുന്നുണ്ട്, അച്ചായൻ ദീർഘദിവസമായിട്ട് ഉപവാസം ആയതുകൊണ്ട് കടയിൽ പോകാൻ പറ്റിയില്ല. और बीच बीच में वो अम्मा में इस तरीके से कह रहा था कि मतलब मेरा जो पति है बहुत दिन से उपवास में है, इसलिए हम लोग दुकान में हम लोग मार्केट में हम लोग नहीं जा सके. എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ ആ പുള്ളിക്കാരത്തെ അർത്ഥമാക്കുന്നതെന്ന്. और मुझे तुरंत ये नहीं पता चला कि बार बार ये क्यों इस बात को कहती है. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവരുണ്ടാക്കിയ സാമ്പാറിനകത്ത് അത്യാവശ്യം ചേരേണ്ട പരിപ്പ് ചേർന്നിട്ടില്ല. और कुछ समय के बाद में मुझे पता चला कि सांबार में बहुत जरूरी जो दाल है वो दाल सांबार में नहीं था. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അച്ഛന് ഉപവാസം ആയതുകൊണ്ട് കടയിൽ പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സാമ്പാറിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് പരിപ്പ്, അത് ചേർക്കാൻ പറ്റിയിട്ടില്ല, അതിനകത്ത് പാസ്റ്റർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. और वो आंटी बार बार इसलिए कह रही थी कि मेरा पति उपवास में है, मार्केट में बहुत दिन से गया नहीं. उसका कहने का मतलब ये था क्योंकि वो कहना चाह रहा था कि बहुत जो जरूरी जो दाल है वो इसमें मिला है नहीं, और पास्टर जी आप नाराज मत हो जाइएगा. അന്ന് ഞാൻ പതിവിൽ കൂടുതൽ സാമ്പാർ ഒഴിച്ച് കഴിച്ചു. കാര്യം ഞാൻ കൂട്ടൽ കുറച്ചാൽ പുള്ളിക്കാരത്തി ഓർക്കും പരിപ്പിന്റെ കുറവുകൊണ്ടാണ് ഞാൻ സാമ്പാർ കൂട്ടാത്തത്. അതുകൊണ്ട് ഞാൻ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്ത് അന്ന് പതിവിൽ കൂടുതൽ സാമ്പാർ ഒഴിച്ച് കഴിച്ചു. और उस वक्त मैंने उनको खुश करने के लिए मैं साधारण तरीके से ज्यादा सांबार उसमें डाल के मैंने खाना खाया ताकि वो खुश हो जाए. പക്ഷെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത പോയി. और ये खाते वक्त मेरे मन में एक चिंता ऐसा आया, അത്യാവശ്യ ഘടകമായ പരിപ്പ് ചേർക്കാതെയും വേണ്ടി വന്നാൽ നമുക്ക് സാമ്പാർ വയ്ക്കാം. मुझे एक बात को पता चला कि बहुत जो जरूरी चीज जो दाल है अगर वो नहीं तो भी हम लोग सांबार को हम लोग बना सकते हैं. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിനകത്ത് 1-2 ഘടകങ്ങൾ ചേർന്നിട്ടില്ലേലും ഇതുവരെ ആരും സാമ്പാറിന്റെ പേര് മാറ്റിയിട്ടില്ല. हम जब सांबार बनाते हैं शायद उसमें 1-2 सब्जी अगर कम भी हो जाए तो भी किसी ने सांबार का नाम बदलकर दूसरा कोई नाम नहीं रखा भी सकता. എന്തിനാ ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞെന്നറിയാമോ? आपको पता है मैं ये उदाहरण आपको क्यों समझा रहा हूँ?
ധൂപവർഗക്കൂട്ടിനകത്ത് ഒരുപാട് ഘടകങ്ങളില്ല, 5 ഘടകങ്ങളെ ചേരാനുള്ളൂ. क्योंकि धूपदानी के अंदर बहुत से चीज ने खाली 5 प्रकार का वस्तु उसमें मिलना है. മൂലഭാഷ പഠിച്ചവർ പറയുന്നു 4 ഘടകമേ ഉള്ളൂ. ഉപ്പ് മൂലഭാഷയിൽ ഇല്ലെന്നാണ് ചില പഠിതാക്കൾ അവകാശപ്പെടുന്നത്. और जो मूल भाषा का जो जो उसको जो लोग पढ़ते हैं वो लोग पढ़ते हैं 4 ही है, क्योंकि नमक का नाम उसमें नहीं लिखा गया है. ഹിന്ദി ബൈബിളിൽ ഉപ്പെന്നുണ്ടല്ലോ അല്ലേ? है ഉണ്ട്. അപ്പൊ 5 ഘടകങ്ങൾ ധൂപവർഗക്കൂട്ടിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. इसका मतलब वो नमक को मिला के 5 प्रकार का वस्तु उसमें मिलाया गया है. ശ്രദ്ധിക്കുക, ഈ 5 ഘടകത്തിനകത്ത് ഒരു ഘടകം കുറച്ചിട്ട് ധൂപവർഗം ഉണ്ടാക്കാൻ പറ്റത്തില്ല. आप ध्यान दे, ये 5 वस्तुओं में एक वस्तु को कम करके धूपदानी की वस्तु हम लोग नहीं बना सकते हैं. ധൂപവർഗം ഉണ്ടാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ ധൂപവർഗക്കൂട്ട് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അതിലെ ഒരു സാധനം കിട്ടിയില്ലെന്ന് വിചാരിക്കുക. आप समझो कि ये धूप का जो भी चीज बनाते हैं, याजक जब बनाते थे, इत्तेफाक से समझो उसमें से 5 वस्तु में से एक नहीं मिला, ऐसा समझो. ധൂപം കാട്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ കൈ കിട്ടിയ 4 കൂട്ടം ഘടകം ചേർത്ത് പൊടിച്ചു. समझो उनको एक वस्तु नहीं मिला, जो 4 बचे थे उसको वो लोग चूरा करके वो लोग बना लिया उसको. ഇതെല്ലാം കൂടി ചേർന്ന് പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര ഘടകം ഇതിനകത്ത് ചേർന്നിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. और ये चारों वस्तु को एक बार उसको पकड़ उसको भून ले, भूनने के बाद में किसी को पता नहीं चलेगा कि कितना वस्तु मिलाकर उसको भुना गया है. അങ്ങനെ സാധനത്തിന്റെ ലഭ്യതക്കുറവ് കൊണ്ട് 5 ഘടകം ചേർക്കേണ്ട ധൂപവർഗക്കൂട്ടിനകത്തുനിന്ന് ഒരു ഘടകം നീക്കി 4 ഘടകം ചേർത്ത് പൊടിച്ചു. समझो एक ना मिलने की वजह से 4 को लेकर चूरा करके पाउडर करके समझो उसको बना कर रखा. എവിടെ എഴുതിയേക്കുന്നെന്ന് ചോദിക്കരുത്, ഞാനൊരു സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞു വരികയാണ്. आप पूछो मत कि यहाँ कहां पर लिखा है, मैं एक बात आपको समझाने के लिए आपको कह रहा हूं. അങ്ങനെ 4 കൂട്ടം ഘടകങ്ങൾ ചേർന്ന് പൊടിഞ്ഞ ഈ കൂട്ട് അകത്തു കൊണ്ടുവന്ന ധൂപപീഠത്തിന്റെ മേൽ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ അർപ്പണം ചെയ്തുവെന്ന് വിചാരിക്കുക. आप समझो कि 5 की जगह में 4 चीजों को लेकर उसको चूरा कर वेदी के सामने समझो याजक लेकर आया. 4 കൂട്ടം ഘടകം ചേർന്ന ധൂപവർഗക്കൂട്ട് യാഗപീഠത്തിന്റെ മേൽ നിന്നെടുത്ത കനലികളുടെ മുകളിൽ ഇരുന്ന് നന്നായിട്ട് നീറി വെന്ത് അതിന്റെ പുക മുകളിലോട്ട് ഉയരുകയാണ്. समझो वहां पर हाल लो, उसके लिए जो आग का अंगर जो पर रखा है उसको ऊपर इसको डाल दिया गया. उसका सुगंध का जो धूप है अच्छे से समझो वो जलकर उसका धूप ऊपर उड़ रहा है. കണ്ടുനിന്ന ആളുകൾ പറഞ്ഞു, കുഴപ്പമില്ല, തരക്കേടില്ല, ഇന്നലെ ഇത്രയും പുകയില്ലായിരുന്നു, ഇന്ന് ഏതായാലും സംഭവം നന്നായിട്ട് പുകയുന്നുണ്ട്. और देखने वाले लोग शायद ये भी कहेंगे कि बहुत अच्छा बना आपने, कल इतना धुआं नहीं निकला था, आज उससे भी ज्यादा धूप निकलता हूं. ഇന്നലെ ഇത്രയും മണം സൗരഭ്യം ഇവിടെ പരന്നില്ല, ഇന്ന് ഏതായാലും നന്നായിട്ട് സംഭവം മണക്കുന്നുണ്ട്. और कल तक शायद इतना सुगंध भी नहीं फैला था, आज ज्यादा सुगंध भी आ रहा है. അപ്പൊ എല്ലാവരും സംതൃപ്തരായി. ഒരു ഘടകം കുറഞ്ഞാലും കുഴപ്പമില്ല, പുകയുന്നുകൊണ്ട് മണക്കുന്നുണ്ട്. और सारे लोग तृप्त हो गया, क्योंकि एक वस्तु के कम होने के बावजूद भी अच्छा धुआं भी निकल रहा, अच्छा सुगंध भी फैला रहा है. കൂടപ്പെട്ട എല്ലാവരും സന്തോഷത്തോടെ അവര് പിരിയുകയാണ്. और जितने भी लोग हैं सब लोग खुशी के साथ में वहां पर फिर अपने अपने जगह पे विदा हो रहा है. പക്ഷെ തിരിച്ചറിയണം, ഇവിടെ ധൂപം കാട്ടിയത് പുകയ്ക്കല്ല, മണത്തിനുമല്ല. मगर याद रखना है कि यहाँ पर धूप जलाने का मकसद धुआं निकलने के लिए, या तो उसका सुगंध के लिए नहीं. പ്രിയപ്പെട്ടവരെ, ധൂപം ദൈവത്തിന്റെ മുൻപിൽ പ്രസാദകരമാകണമെങ്കിൽ പുകഞ്ഞാൽ പോരാ, സൗരഭ്യം വന്നാൽ പോരാ, ചേരേണ്ട എല്ലാ ഘടകങ്ങളും അതിനകത്ത് ചേർന്നേ മതിയാകൂ. आमीन, हालेलुया. प्रियो, अगर हालेलुया परमेश्वर को प्रसन्न करना है तो सिर्फ धुआं आने से काफी नहीं है, सिर्फ सुगंध फैलने से काफी नहीं है, उसमें जितने वस्तु मिलना है सब मिलना बहुत जरूरी है. आमीन. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ലാക്കാക്കേണ്ടത് മനുഷ്യന്റെ കയ്യടിയല്ല, ദൈവത്തിന്റെ സ്വീകരണമാണ്. आमीन. हमारा प्रार्थना में लोगों का ताली का इंतजार मत करे, परमेश्वर का ग्रहणीय हम इंतजार करे. മനുഷ്യൻ എത്ര ആമേൻ പറഞ്ഞാലും, മനുഷ്യൻ എത്ര കൈയടിച്ചാലും നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിന്റെ മുമ്പിൽ സ്വീകാര്യത ഉള്ളതാകുന്നില്ലെങ്കിൽ, आमीन, लोग कितना भी ताली बजाए, कितना भी तारीफ करे आपका प्रार्थना का, मगर वो प्रार्थना अगर परमेश्वर उसको ग्रहण नहीं करता है. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ആഗ്രഹവും വാഞ്ചയും ഇതായിരിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മനുഷ്യന്റെ കയ്യടിയല്ലേ ആവശ്യം,
ദൈവത്തിന്റെ സ്വീകാര്യതയാണ് ആവശ്യം. आमीन। इसलिए आज रात को हमारा प्रार्थना यही रहे कि हमारा प्रार्थना से लोगों के ताली के या तो उनके तारीफ की जरूरत नहीं, हमारा प्रार्थना परमेश्वर को ग्रहण योग्य हो। നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ സ്വീകാര്യത വെളിപ്പെടണമെങ്കിൽ ദൈവം അതിനകത്ത് ചേർക്കാൻ എന്തെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിലൊന്നും കുറയ്ക്കാൻ ആർക്കും അനുവാദമില്ല. ചേരേണ്ട ഘടകങ്ങളെല്ലാം ചേരേണ്ടതുപോലെ ചേരുമ്പോഴാണ് പഴയ നിയമത്തിലെ ധൂപത്തിൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങിയത്. आमीन, हालेलुया। हमारे प्रार्थना को अगर परमेश्वर ग्रहण योग्य करना है तो उसमें जितना भी चीज को मिलाना है वो सब कुछ मिलाना ही जरूरी होगा। पुराने नियम में जब सारे वस्तु पूरे हो जाते थे तभी परमेश्वर उसको ग्रहण करते थे। ഇനി നമുക്ക് അതിന്റെ ഗൗരവമുള്ള സത്യങ്ങളിലേക്ക് ശാന്തമായി ഇറങ്ങുവാൻ താല്പര്യപ്പെടുകയാണ്. और अभी हम गंभीरता के रूप में उसमें से एक एक बात को हम देखेंगे। അപ്പൊ പഴയ നിയമത്തിലെ ധൂപാർപ്പണം പ്രാർത്ഥനയുടെ ഒരു നിഴൽ ചിത്രമാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. तो मैं इस बात को आपको कहने का मतलब यह है कि पुराने नियम में जो धूप दानी में जो धूप जलाते थे वो नया नियम में मेरे और आपका प्रार्थना को दर्शाते हैं। ധൂപാർപ്പണം ചെയ്യുമ്പോൾ ധൂപവർഗക്കൂട്ടിനകത്ത് 5 ഘടകങ്ങൾ ആവശ്യമാണെങ്കിൽ കുറഞ്ഞ വർഷം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും 5 ഘടകങ്ങൾ അനിവാര്യമാണ്. हमें पुराने नियम में धूप दानी में धूप जलाने के लिए अगर 5 वस्तुओं की जरूरत होता है तो नए नियम में मेरा और आपका प्रार्थना में कम से कम 5 चीजों का होना जरूरी है। പ്രാരംഭത്തിൽ ഞാൻ 5 ഘടകങ്ങളെ പറഞ്ഞ അനന്തരം ചരിത്രത്തിൽ 3 അശരീരമായി ധൂപം കാട്ടിയപ്പോൾ വെളിപ്പെട്ട 3 വിടുതലുകളെ ചൂണ്ടി ഞാൻ ഈ രാത്രി എന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. और अक्षरिक रूप से 3 जगह पर जब धूप को जब जलाया गया तो परमेश्वर का प्रसन्नता को दिखा हुआ बात को कहकर आज का यह वचन से मैं विराम डालना चाहता हूं। നിങ്ങളുടെ മനസ്സിൽ എന്ന് ഓർത്തിരിക്കണം, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി എന്ന് പറയുമ്പോൾ നിഴലായ ധൂപവർഗക്കൂട്ടിനകത്ത് 5 ഘടകങ്ങൾ ഉള്ളതുപോലെ അതിന്റെ പൊരുളായ പ്രാർത്ഥനയ്ക്കകത്തും 5 ഘടകങ്ങൾ കുറഞ്ഞ വർഷം അനിവാര്യമാണ്. हमें याद करना है कि पुराने नियम में परमेश्वर को पूरी तरह प्रसन्न करने के 5 वस्तुओं की जरूरत है, तो हमारे प्रार्थना में भी अगर ग्रहण योग्य होना है तो इन सब चीजों को मिलाना बहुत जरूरी है। തുടർന്ന് ഞാൻ പറയാൻ പോകുന്ന നർമ്മശയുടെയും ഗുൽഗുലുവിന്റെ ഒന്നും വ്യാഖ്യാനമല്ല, ആ ഭാഗമല്ല ഞാൻ തൊടാൻ ഉദ്ദേശിക്കുന്നത്. നിഴലിനകത്ത് 5 ഘടകമുണ്ടെങ്കിൽ പൊരുളിനകത്ത് 5 ഘടകമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത 5 ഘടകങ്ങൾ നമുക്ക് അക്കമിട്ട് വേഗത്തിൽ ഒന്ന് പഠിച്ചു മുൻപോട്ട് പോകാം. और मैं पुराने नियम का बोल नकी और कुंदरू उसको मिला के मैं व्याख्यान करना नहीं चाहता, मैं आपको बताना चाहता कि नया नियम का प्रार्थना में जो 5 चीजों की जरूरत है उसके बारे में हम आगे मनन करेंगे। പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല, ഞാനതൊന്ന് ഒന്നുകൂടി അടിവരയിട്ട് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. और मैं जानता हूं कि जो मैं कहने जा रहा हूं आप लोग अच्छी तरह जानते हैं, मैं और एक बार उसको बताना चाहता हूं। ഒന്നാമത്തെ ഘടകം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. और सबसे पहला जो है वो पहला शमूएल उसका पहला अध्याय उसका 10वां वचन में ऐसा लिखा है, അവൾ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. वहां पर लिखा कि वो मन में व्याकुल होकर यहोवा से प्रार्थना करने और विलक विलक कर रोने लगी। പ്രാർത്ഥനയ്ക്കകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് കണ്ണുനീരെന്ന് ഇന്ന് രാത്രി കേൾക്കുന്നവർ തിരിച്ചറിഞ്ഞുകൊള്ളണം. और प्रार्थना में ना भूलने वाला एक बहुत मूल्य चीज है, वो है आंसू बहाकर प्रार्थना करना। പഠിച്ച കാര്യങ്ങളുടെ ഉരുവിടലല്ല പ്രാർത്ഥന. जो बातें हमने सीखा है, जो बात को हमने बहाट किया है, उसको दोबारा बोलना उसको प्रार्थना नहीं कहते हैं। പദസമ്പത്തിട്ട് അമ്മാനമാടുന്നതല്ല പ്രാർത്ഥന. और धन संपत्ति को लेकर उसको पर बहाकर उसको खेलना वो प्रार्थना नहीं है। പ്രാർത്ഥന ദൈവത്തോടുള്ള സംഭാഷണമാണ്. प्रार्थना परमेश्वर के साथ में वार्तालाप करना है। ഉള്ളുടഞ്ഞ് നമ്മുടെ കണ്ടത്തിൽ കൂടി പുറത്തു വരുന്ന ശബ്ദമാണ് പ്രാർത്ഥന. और अंदर के दिल की टूटे हुए मन के अंदर से निकलने वाला शब्द है प्रार्थना। ഞാൻ ഇങ്ങനെ പറയട്ടെ, വാചകങ്ങൾ അല്പം നമ്മുടെ പ്രാർത്ഥനയിൽ കുറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയിൽ കണ്ണുനീരിന് കുറവുണ്ടാകാതിരിക്കട്ടെ. आमीन। मैं आपसे कहना चाहता हूं कि प्रार्थना में भले आपका शब्द के कमी हो जाए तो भी चलेगा, मगर का प्रार्थना में आंसू बहाना वो बहुत जरूरी है। കണ്ണു വെറുതെ നനയത്തില്ല പ്രിയരെ. और आंख वैसा ही कभी यूं ही कभी गीला नहीं होता। കണ്ണു നനയണമെങ്കിൽ ഉള്ളുടയണം. आमीन। अगर आंख गीला होना है तो टूटे हुए मन के साथ में प्रार्थना करना जरूरी है। അകത്തൊരു തകർച്ച ഉണ്ടാകാതെ പുറത്തെ കണ്ണു നനയത്തില്ല.
और अंदर दिल की गहराई में अगर टूटा हुआ अवस्था नहीं है तो आपके आंख में कभी एक बूंद आंसू भी नहीं दिख सकता। ആർക്കും അത് സംഭവിക്കാതിരിക്കേണ്ട ഒരു ഉദാഹരണം ഞാൻ പറയാൻ പോകുന്നു. किसी का भी साथ में ऐसा ना हो, मैं आपको एक उदाहरण बताना चाहता हूं। ആരാണ്ട്ര വീട്ടിലെ കൊച്ച് ബൈക്കേന്ന് വീണ് കാലൊടിഞ്ഞെന്ന് കേട്ടാൽ നമ്മുടെ കണ്ണൊന്നും നനയത്തില്ല. किसी और के घर में कोई अगर बच्चा अगर बाइक में से गिर कर उसका पैर का हड्डी अगर टूट जाए तो हमारा आंख कभी भी गीला नहीं होता। പക്ഷെ വീണ് കാലൊടിഞ്ഞ് നമ്മുടെ കൊച്ചനാണെ കരയാൻ ആരും പറയേണ്ട ആവശ്യമില്ല. आमीन। अगर वही जगह पे हमारे खुद के बच्चे अगर बाइक में से गिर कर हड्डी टूट जाए तो आपको रोने के लिए कोई कहने के लिए जरूरत नहीं, आप अपने आप रो पड़ोगे। വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ ആരാണ്ട്ര വിഷയം, രണ്ടാമത്തേത് നമ്മുടെ വിഷയം. मैं समझता हूं कि आप बात को समझ चुके हैं। सबसे पहला विषय है दूसरे का और दूसरा हमारा खुद का। ഇന്ന് രാത്രി പ്രാർത്ഥനാ വിഷയം ഏതാണെങ്കിലും അത് എന്റേതായി എനിക്ക് ഏറ്റെടുക്കുവാൻ കഴിയാത്തിടത്തോളം എന്റെ കണ്ണ് നനയത്തില്ല. यस यस हालेलुया। जब तक दूसरे का प्रार्थना को हमारा कहकर हमारा समझकर हम नहीं लेते, हम आंसू के साथ हम उसको प्रार्थना नहीं कर सकते हैं। ജാവലിൻ ത്രോ എന്ന് പറയുന്ന ഒരു മത്സര ഇനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. जावलिन थ्रो नाम के एक स्पोर्ट्स में एक खेल होता है, मैं समझता हूं कि आप लोगों ने उसको देखा रहेगा। കുന്തം പോലെ ഇരിക്കുന്ന ഒരു ദണ്ഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മത്സരാർത്ഥി ഓടി വന്ന് ഒരു നിശ്ചിത സ്ഥലത്തു നിന്ന് ദൂരേക്ക് ആയം ചെലുത്തി എറിയും. और आपने देखा कि बहुत बड़ा बांबू सर का एक बहुत बड़ा लाठी को हाथ में लेकर वो दौड़ के अगर उसको फेंक कर अपने निश्चित स्थान में उसको लगा देते हैं। ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ജാവലിൻ എത്തിക്കുന്നയാളാണ് ഒന്നാം സമ്മാനം നേടുന്നത്. और इस बांबू को सबसे दूर जो व्यक्ति फेंकता है उसको पहला प्राइज उसको मिलता है। ഏഷ്യാഡിലോ ഒളിമ്പിക്സിലോ ജാവലിൻ ത്രോയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയ ആളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നേച്ച്. और एशियाड में या तो ओलंपिक्स में या जावलिन थ्रो में जिसको पहला स्थान मिला, अगर उसको बुलाकर हमारे गांव में लेकर आकर, ഹിന്ദിക്കാർക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല, നമ്മുടെ നാട്ടിലെ കപ്പത്തടി കണ്ടിട്ടുണ്ടല്ലോ, ഉണങ്ങിയ കപ്പത്തടി. और हिंदी लोगों को शायद पता नहीं चलेगा, हमारे गांव में एक चीज होता है सूखा, एक ये जो रतालू जैसे एक छोटा सा एक झाड़ रहता है। ഭാരം കുറഞ്ഞ ഒരു കപ്പത്തടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തേച്ച് നമ്മൾ അദ്ദേഹത്തോട് പറയുക, നിങ്ങൾ ജാവലിൻ ത്രോയ്ക്ക് ഒന്നാം സമ്മാനം നേടിയ ആളല്ലേ, അത്രയും ദൂരത്തിൽ ഈ കമ്പൊന്ന് എറിയാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് അത് കഴിയത്തില്ല. और बहुत बड़ा बांबू को, वजन वाला बांबू को उठाकर फेंकने वाले व्यक्ति को, उस खिलाड़ी को अगर हमारे गांव में लेकर आए, एक छोटा सा झाड़ है, दिखने को बांबू दिखता है मगर उसमें वजन नहीं रहता, अगर उससे कहे कि आप बहुत बड़ा खिलाड़ी है मगर इसको आप फेंक देखो, अगर उससे कहे, കാരണം എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് എറിയാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല. और उसका वजह यह है कि वो नहीं फेंक सकता, उसको जानकारी नहीं है, ये मतलब नहीं है। താൻ ചെലുത്തുന്ന ആ ആയം ഏറ്റെടുത്തുകൊണ്ട് ദൂരം താണ്ടാൻ കയ്യിലിരിക്കുന്ന ആ കമ്പിന് ഭാരമില്ല. आमीन हालेलुया। जो वो जावलिन थ्रो में फेंकते हैं उसका अच्छा खासा वजन है, वो फेंक कर दूर जाता है, मगर ये झाड़ का जो लकड़ी है दिखने में बांबू जरूर दिखता है मगर इसके अंदर वजन ना होने के कारण वो बहुत दूर तक नहीं जाता है। ഇത് തന്നെയാണ് പ്രാർത്ഥനയിലെ തത്വം. അകത്തൊരു ഭാരമില്ലാത്ത പ്രാർത്ഥനകൾക്ക് ദൂരം താണ്ടാൻ കഴിയത്തില്ല. आमीन हालेलुया। यही प्रार्थना में कहना चाहता हूं कि अगर आपके अंदर एक बोझ नहीं है, प्रार्थना के एक वजन नहीं है तो बहुत लंबा तक वो कभी नहीं जा सकता। പ്രാർത്ഥനയിൽ ഭാരം ഏറ്റെടുത്ത് കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ഇന്ന് രാത്രി എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. और प्रार्थना में जो लोग भोज के साथ में, आंसू के साथ में जो लोग प्रार्थना करते हैं उनके लिए मैं प्रभु को मैं धन्यवाद देते हैं। നിന്റെ ഖണ്ഡത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയെ തടയാൻ ഒരു പൈശാചിക വ്യാപാരങ്ങൾക്കും ഒരു അന്ധകാര ആധിപത്യങ്ങൾക്കും കഴിയുകയില്ല. और तुम्हारे गले से निकलने वाले प्रार्थना के शब्द को कोई अंधकार की शक्ति, कोई शैतान की ताकत उसको रोक नहीं सकता। ഈ തലമുറയിൽ പ്രാർത്ഥന പലർക്കും ഭാരമാകുമ്പോൾ പ്രാർത്ഥനയിൽ ഭാരമുള്ളവരെ തേടുകയ കർത്താവിന്റെ കണ്ണുകൾ. आमीन। ये दौर में, आज के पीढ़ी में प्रार्थना बहुत लोगों को बोझ बन गया है मगर बोझ के साथ में प्रार्थना करने लोगों को परमेश्वर ढूंढ रहा है। പ്രിയരെ, ഞാൻ ഈ രാത്രി ആവർത്തിച്ചു പറയട്ടെ, വാചകങ്ങൾ കുറഞ്ഞാലും നമ്മുടെ വ്യക്തിപര പ്രാർത്ഥനയിൽ കണ്ണു നനഞ്ഞു പ്രാർത്ഥിക്കാൻ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ കർത്താവേ എന്ന ഇന്ന് രാത്രി എത്ര പേര് ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് അപേക്ഷിക്കും? आमीन हालेलुया। मैं फिर से आपको याद दिलाना चाहता हूं, आज की शाम में कितने लोग ऐसे प्रार्थना करने को तैयार है, प्रभु मेरे शब्द भले ही कम हो जाए
मगर मैं भोज के साथ में प्रार्थना करने का कृपा अनुग्रह मुझे दे। कितने लोग प्रार्थना करेंगे? ഇരമ്യാവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് ഒരു നീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. यिर्मयाह नबी ने ऐसा कहा कि मेरे लोग, मेरे अपने जन, मेरे निर्जन लोगों की वजह से रोने के लिए हाल मेरा आंख एक तराई की तरह बहने लग गया. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ഓർത്ത്, ആത്മീയ അധപ്പതനങ്ങളെ ഓർത്ത് കരയുവാൻ ഇന്ന് രാത്രി എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും? और नष्ट होने वाला आत्मा को देखते हुए, बर्बाद होने वाले लोगों को देखते हुए कितने लोग आंसू बहा के प्रार्थना कर सकते हैं? ഞാൻ ഒരുവൻ മാത്രം കരഞ്ഞുകൊണ്ട് എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത ഒരുപക്ഷെ പലരെയും ഭരിക്കുന്നുണ്ടായിരിക്കാം. शायद आप लोग में कई लोग सोचते हैं कि मेरे एक जन का रोने से क्या होगा, दुनिया में कितने आत्मा हैं, मेरे एक जन का रोने से, आंसू बहाने से क्या कुछ हो सकता है? നീ ഒരുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവത്തിന് ചില ചരിത്രങ്ങളെ തിരുത്തുവാൻ ഇന്ന് രാത്രിയും പദ്ധതിയുണ്ട്. आमीन, हालेलुया। मगर तू एक व्यक्ति अकेला अगर तू भोज के साथ में प्रार्थना करे, इतिहास को तेरे प्रार्थना के द्वारा मेरा परमेश्वर बदल सकता है. ശത്രു പണിതുകൊണ്ട് വരുന്ന ചില ഗോപുരങ്ങളുടെ അടിത്തറ മാന്തുവാൻ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനക്കാരന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കുവാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും? आमीन। अगर शत्रुओं का, उनका जो बड़े इमारत, उनका जो बनाए गोबर को तोड़ने के लिए तुम्हारा प्रार्थना काफी, अगर मैं कहूं तो आप कितने लोग आमीन कह सकते हैं? आमीन, ഹല്ലേലൂയ. നെഹമ്യാവിന് കരയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നല്ല ഒരു ജോലിയുണ്ട്, അത്യാവശ്യം ശമ്പളമുണ്ട്, താമസ സൗകര്യമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. अगर उसी तरह हम नेहम्याह के बारे में देखेंगे, उसको रो के प्रार्थना करने की कोई जरूरत नहीं। राजघराने में अच्छे स्थिति में रहते हैं, अच्छा खाना पीना, अच्छा सहूलत, सब कुछ उसके पास में है. പക്ഷേ യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീവെന്തും ചുട്ടും കിടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ കരയേണ്ടാത്ത സാഹചര്യത്തിന്റെ നടുവിലിരുന്ന ആ ഭക്തൻ അവിടെ ഇരുന്ന് തകർച്ചയെ ഓർത്തു കരഞ്ഞു. मगर उसको पता चला कि यरूशलेम का शहरपना टूट गया है, वहां पर सब कुछ चकनाचूर हो गया है. वहां पर कहते कि रो रो के वो व्यक्ति प्रार्थना करने लगा. आमीन। അതുകൊണ്ട് എന്തോ സംഭവിച്ചത് നിങ്ങൾക്ക് കേൾക്കണമോ? आपको पता है कि उसके रोने को, उसको प्रार्थना करने, उसका परिणाम क्या निकला? आपको पता है? ഇടിവുകളെ ഓർത്ത് കരയാൻ ഒരു നെഹമ്യാവ് എഴുന്നേറ്റത് കൊണ്ട് ദൈവം ആരാണ്ട് പണിയേൽപ്പിച്ചെന്നല്ല നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത്. और उसके बीच में मध्यस्थ करके प्रार्थना करने के नेहम्याह प्रार्थना करते हुए ऐसा नहीं लिखा है कि परमेश्वर किसी और को खड़ा किया. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ ഞാൻ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. और आज इस संदेश को सुनने वाला कुछ लोगों से पास्टर जी के द्वारा परमेश्वर का आत्मा ये वाणी देना चाहता है. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. आज रात को बहुत ध्यान पूर्वक आप इसको सुनिएगा. നെഹമ്യാവ് കരഞ്ഞപ്പം ദൈവം പണിക്കാരെ പണിയേൽപ്പിച്ചില്ല. नेहम्याह जो रो के प्रार्थना किया तो परमेश्वर ने किसी और कारीगर के हाथों में काम नहीं दिया. സഹകാരികൾ ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷേ ആ പണിക്ക് നേതൃത്വം കൊടുക്കുവാൻ ആ ഉത്തരവാദിത്തം എന്റെ ദൈവം നെഹമ്യാവിന്റെ ചുമലിൽ കൊടുത്തു. आमीन। उनके सहकर्मी लोग बहुत कुछ थे, मगर उनका मेन, हालेलुया, उसका नेतृत्व देने के लिए परमेश्वर ने नेहम्याह को इस्तेमाल किया. ഗ്രാമങ്ങളുടെ ഉണർവിന് വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? क्या गांव के लिए प्रार्थना करने वाले लोग, क्या आज मेरे आवाज को आप सुन रहे हैं? പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? क्या शहर के लिए प्रार्थना करने वाले लोग आज ये मेरा आवाज को आप सुन रहे हैं? കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വലിയൊരു ഉണർവിനെ നേരിടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? आमीन। क्या आप विश्वास करते हैं अगर प्रभु का आगमन देरी हो तो हमारा देश बहुत बड़ा जागृति की ओर चल रहा है? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കരഞ്ഞുകൊള്ളുക. अगर है तो आज आंसू बहाकर प्रार्थना कीजिएगा. ആരും അറിയാതെ കരയുന്ന നിന്നെ ഒരുപക്ഷെ ലോകം കാണുന്നുണ്ടാവുകയില്ല. शायद हालेलुया आप एक गुप्त स्थान में बैठकर आप रो रहा है, शायद दुनिया आपको नहीं देख सकता. മനസ്സിൽ കുറിച്ചുകൊള്ളുക, ദൈവം ഇന്ത്യയ്ക്ക് ഒരു ഉണർവ് അയക്കുന്നുണ്ടെങ്കിൽ आप हालेलुया मन में इसको लिख के रखो, अगर हमारे देश में बहुत बड़ा जागृति को प्रभु ला रहा है, ദൈവം നോർത്ത് ഇന്ത്യയിൽ ഒരു ഉണർവ് അയക്കുന്നുണ്ടെങ്കിൽ, अगर नॉर्थ इंडिया में बहुत बड़ा जागृति को ला रहा है, മറക്കരുത്, കരഞ്ഞ നിനക്കും ആ ഉണർവിൽ എന്റെ ദൈവം ഒരു പങ്കാളിത്തം തരാതിരിക്കുകയില്ല. हालेलुया। अगर आप गुप्त स्थान में अकेले बैठकर आपने प्रार्थना किया है तो उसमें का एक हिस्सा जरूर आपको भी दोगे. आमीन, हालेलुया। ചില ഗ്രാമങ്ങളെ ചലിപ്പിക്കാനുള്ളവർ ഇതിനകത്തുണ്ട്, ചില പട്ടണങ്ങളെ കുലിക്കാനുള്ളവർ ഇതിനകത്തുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ദൈവപ്രവൃത്തിയുടെ കെട്ടഴിച്ചുവിടാൻ ദൈവം കണ്ട ചിലർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്.
आमीन, हालेलुया। कुछ शहर के लिए प्रार्थना करने वाला, कुछ इसके बीच में जुड़ा हुआ है। गांव के लिए प्रार्थना के लिए इसके बीच में जुड़ा हुआ है। हालेलुया। देश देश के लिए प्रार्थना के लिए कुछ लोग, मेरे इस आवाज को आप लोग सुन रहे हैं। आमीन। കരയുന്ന നീ ഒരു ദൈവപ്രവൃത്തി കാണാതെ പോകുകയില്ല. रो के प्रार्थना करने वाला आप परमेश्वर के कार्य को आप जरूर देख सकते हैं। കരയുന്ന നിന്നെ എന്റെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാതിരിക്കുകയില്ല. और रो के प्रार्थना करने वाले का आपके हाथों में परमेश्वर जरूर जिम्मेदारी को सौंपेंगे। കുറുക്കൻ കേറിയാൽ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആ മതിൽ പണി 52 ദിവസം എണ്ണി ശത്രുവിന്റെ കണ്ണിന്റെ മുൻപിൽ പടുത്തുയർത്താൻ കരഞ്ഞവരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, हालेलुया। उस जो शहर बनाने के टाइम में वहां पर ऐसा कि अगर एक लोमड़ी उसके ऊपर चढ़ जाए, ये गिर जाएगा। अगर 52 दिन अगर उसको बनाने के लिए अगर परमेश्वर ने उसको जिम्मेदारी सौंप दिया है तो കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ തുച്ഛീകരിക്കുന്നവന്റെ കണ്ണിന്റെ മുൻപിൽ ദൈവം അസാധാരണമായ ചില ദൈവപ്രവർത്തികളുടെ ചലനങ്ങൾ നിങ്ങളിൽ കൂടി പുറത്തു കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ദൈവത്തിന്റെ ആലോചന കൈമാറുകയാണ്. आमीन, हालेलुया। उस दौर में अगर ऐसा चल सकता है, आज मैं परमेश्वर का आलोचना देखना चाहता हूं कि आप लोग जितने लोग प्रार्थना गुप्त रीत से कर रहे हैं, आपका प्रार्थना वो जो शहरपना, वो जो कलीसिया, वो बनाने में परमेश्वर जरूर आपको हालेलुया कामयाब बना दोगे। आमीन। വളരെ കാലം എടുത്ത് പൂർത്തീകരിക്കപ്പെടേണ്ട ചില പദ്ധതികളെ കരയുന്ന നിനക്ക് വേണ്ടി ക്ഷണത്തിൽ എന്റെ ദൈവം തീർപ്പാക്കാൻ പോവുകയാണ്. आमीन। कुछ कार्य ऐसे होंगे उसको बनाने के लिए बहुत साल लगता होगा, मगर तुम्हारा आंसू बहाकर जो प्रार्थना में, वो परमेश्वर बहुत जल्दी उस काम को पूरा कर देंगे। പ്രാർത്ഥനയിൽ കണ്ണുനീര് ചേർക്കുവാൻ മനസ്സ് വയ്ക്കുന്നവർ ഇന്ന് രാത്രി കുറിച്ചിടുക, ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും. आमीन। अगर अपनी आंखों में आप आंसू बहाकर प्रार्थना करते हैं तो परमेश्वर के कार्य को आप अपनी आंखों से देख सकते हो। आमीन। ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്കകത്തെ ഒന്നാമത്തെ ഘടകം കണ്ണുനീരാണ്. मैं ज्यादा विषय नहीं, सबसे पहला उसका जो मुख्य कारण है वो है आंसू। പ്രാർത്ഥനയ്ക്കകത്തെ രണ്ടാമത്തെ ഘടകം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. और दूसरा इतिहास उसका 6 का 35 में उसका दूसरा कारण लिखा गया है। അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥനയും യാചനയും എന്നാണ്. वहां पर लिखे कि प्रार्थना और गिड़गिड़ाहट के बारे में वहां पर लिखा है। പ്രാർത്ഥനയ്ക്കകത്തെ രണ്ടാമത്തെ ഘടകമാണ് യാചന. हाल प्रार्थना के अंदर का दूसरा जो बात है वो है गिड़गिड़ा कर प्रार्थना करना। യാചന എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം ഭിക്ഷക്കാരുടെ ചിത്രമാണ്. और याजना या तो गिड़गिड़ाना ये शब्द आते हैं, हमारा मन में एक चित्र आता है, वो है कोई अगर भिक्षा मांगने वाला का रूप हमारे बीच में आ जाता है। സ്വാഭാവികമായി നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു ചിന്ത വരാം, മക്കളെങ്കിൽ അവകാശികളൊന്നും ആക്കിമില്ലേ പാസ്റ്ററെ ബൈബിളിൽ. और हालेलुया, हम ऐसे सोच सकते हैं कि अगर तुम पुत्र है तो क्या तुम अधिकार या तो उसका हक, उसका वारिस तुम है, क्या ये वचन हमको याद नहीं आता? പിന്നെ നമ്മൾ കിടന്ന് യാചിക്കേണ്ട കാര്യമുണ്ടോ? क्योंकि वहां पर ऐसे कि अगर तुम पुत्र हो तो तुम वारिस भी हो, तो हमें मांगने की जरूरत क्या है? ഭിക്ഷക്കാരെ പോലെ യാചിക്കണമെന്നുള്ള അർത്ഥമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം യാചനയിൽ കൂടിയാണ് നമുക്ക് എത്ര കണ്ട ആവശ്യബോധം ഉള്ളതെന്ന് തമ്പുരാന് ബോധ്യപ്പെടുന്നത്. आमीन। यहाँ पर भीख मांगने का एक व्यक्ति जो याचना जो मांगता है वो अर्थ नहीं है, तुम्हारे प्रार्थना में कितना जरूरत ज्यादा है वो तुम्हारे याचना में पूरा होता है, इस बात को दर्शाने के लिए है। കിട്ടിയാ കിട്ടി എന്ന ഒരാളുടെ പ്രാർത്ഥനയും കിട്ടിയേ തീരൂ എന്നൊരാളുടെ പ്രാർത്ഥനയും കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം അതിനകത്ത് എത്ര കണ്ട ആവശ്യബോധം ഉണ്ടെന്ന്. आमीन। हमारे प्रार्थना को प्रभु जानता है। कुछ लोग ऐसा प्रार्थना करते हैं कि मिलेगा तो ठीक है, नहीं तो जाने दो। कुछ लोग ऐसा प्रार्थना करते हैं मुझे मिलना ही पड़ेगा, मुझे मिलना ही जरूरी है। ये परमेश्वर जरूरत को प्रभु जानता है। മിണ്ടാതെ ഇരിപ്പാൻ പലരും ശാസിച്ചിട്ടും ഭർത്തിയുമായി എന്തുകൊണ്ടാ ഓളിയം കൂട്ടി നിലവിളിച്ചത്? यस, हालेलुया। बाकी का सब लोग शांत करने को कहने के बावजूद ही भर्तिमाई चिल्ला चिल्ला कर क्यों यीशु के पीछे गया? അവന്റെ ആ അപേക്ഷയ്ക്കകത്ത് അത്രയധികം ആവശ്യബോധം ഉണ്ടായിരുന്നു. क्योंकि उनका याचना में जरूरत बहुत मुख्य था। ആ മനുഷ്യനെ മുന്നടക്കുന്നവർ ശാസിച്ചു, മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. और आगे चलने वाले उसको डांट कर कहा कि तुम शांत हो जाओ। പക്ഷെ അവൻ അവിടെ ഓളിയം കുറച്ചില്ല, അവൻ ഓളിയം കൂട്ടി, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ ഉണ്ടാകണമേ.
मगर वहां पर बर्तिमाई वहां पर आवाज को कम नहीं किया और ऊंचे स्वर में चिल्ला चिल्ला कर कहा, हे दाऊद की संतान, मुझ पर रहम कर। ആവശ്യബോധത്തിന്റെ നിലവിളി ഉയർന്നപ്പോൾ യേശു അവനെ മറികടന്നു പോയെങ്കിലും എന്റെ യേശു അവിടെ മാറി നിന്നു. हालेलुया। जरूरत के सामने भले ही उसको पार करके यीशु ने गया, मगर फिर भी उसका आवाज को सुनकर यीशु वहां पर रुक गया। എന്നിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, അവനെ വിളിപ്പീൻ. फिर यीशु ने कहा कि उसे मेरे पास बुलाओ। ശക്തമായ ഒരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട്. ആരായിരിക്കാം പോയി വിളിച്ചത്? കുറച്ചു മുമ്പ് അവനെ ശാസിച്ചവരായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. हाले बहुत बड़ा एक वाणी उसके बीच में है, उसको बुलाने के लिए कौन गया रहेगा? शायद जो लोग उसको शांत करने को रोक रहा था, वही व्यक्ति जाकर उसको बुलाया रहेगा। പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു ദൂത് അവിടെ കിടപ്പുണ്ട്. ഷട്ടപ്പ് പറയുന്നവനെ കൊണ്ട് സ്റ്റാൻഡപ്പ് പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നിന്റെ കർത്താവാ. हालेलुया। उसके बीच में एक दूध आपको देना चाहता हूं, जो आपको मुंह बंद करने का आपको शट अप कहते हैं, उसी के लेके जाकर वो उससे कहे कि स्टैंड अप करने के लिए, हाले मतलब जो आपका मुंह चुप करने को कहते हैं, उसी को कहेंगे कि खड़ा करने के लिए प्रभु उसी को इस्तेमाल करेंगे। आमीन। വഴി തടഞ്ഞ ചിലർ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോവാ. जो लोग ने आपका रास्ता को रोक के रखा है, वही लोगों से प्रभु को रास्ता खोलने भी वाला है। എതിരെ പറഞ്ഞവനെ കൊണ്ട് എന്റെ ദൈവം അനുകൂലമായി സംസാരിപ്പിക്കാൻ പോവുകയാണ്. जो आपके विरोध में बात करता था, उसी के द्वारा परमेश्वर आपका अनुकूल में बात कराने जा रहा है। അടിത്തറ ഇളക്കാൻ ഒരുപക്ഷെ ശത്രു ഉപയോഗിച്ചവനെ കൊണ്ട് ചില അടിത്തറകളെ എന്റെ ദൈവം ഇടിവിപ്പിക്കാൻ പോവുകയാണ്. हमें जो लोग आपके बुनियाद को हिलाने की कोशिश किया है, उन्हीं के द्वारा आपका बुनियाद को बनाने के लिए प्रभु ने प्लानिंग करके रखा है। പ്രാർത്ഥനയിൽ ആവശ്യബോധമുണ്ടോ? ഷട്ടപ്പ് പറഞ്ഞവനെ കൊണ്ട് തന്നെ എന്റെ ദൈവം സ്റ്റാൻഡപ്പ് പറയിപ്പിച്ചിരിക്കും. क्या आपके प्रार्थना में जरूरत बहुत ज्यादा है? जो आपका मुंह को चुप कराया है, उसी के व्यक्ति से आपको हाथ पकड़ के यीशु खड़ा कराएगा। ഈ രാത്രി ആവശ്യബോധത്തിന്റെ യാചന കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ നിറയട്ടെ. इन दिनों में जरूरत के साथ में मिलकर हमारा प्रार्थना ऊंचे स्थान पर जाए। പ്രാർത്ഥനയ്ക്കകത്ത് മൂന്നാമത്തെ ഘടകം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്, അവിടുത്തെ ഒരു പദം താഴ്ത്തി പ്രാർത്ഥിച്ച്. പ്രാർത്ഥനയ്ക്കകത്തെ മൂന്നാമത്തെ ഘടകമാണ് താഴ്മ. हालेलुया। प्रार्थना का तीसरा बात मैं बताना चाहता हूं, वो है कि नम्र होना, दीन होना। दूसरा इतिहास उसका 7वां अध्याय उसका 4था अध्याय ऐसा लिखे, तब यदि मेरे प्रजा के लोग जो मेरे कहलाते हैं दीन होकर, वहां पर दीन शब्द लिया गया है, दीन होकर प्रार्थना करे और मेरे दर्शन का खोजी होकर अपनी बुरी चाल से फिरे। हालेलुया। तीसरा शब्द है दीन होना। നമുക്ക് എത്ര സീനിയോറിറ്റി ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കായി ദൈവം മുൻപാകെ മുട്ടുകുത്തുമ്പോൾ ഒരു താഴ്മ ധരിക്കുവാൻ നാം സന്മനസ്സുള്ളവരാകണം. आमीन। हम भले ही कितने भी बड़ा हालेलुया अनुभव हमारे जीवन में रहेगा, बहुत बड़े पासवान रहेगा, मगर प्रार्थना करते वक्त एक दीनता हमारे अंदर होना बहुत जरूरी है। 1 രാജാക്കന്മാർ 21-ാമത്തെ അധ്യായത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഇല്ലെങ്കിൽ 1 രാജാക്കന്മാർ 21 രാത്രി മീറ്റിംഗിന് ശേഷം വായിക്കുക. और पहला राजा 21 अध्याय का इतिहास आपको पता है? नहीं तो आप लोग आज पहला राजा 21 अध्याय आप लोग पढ़े। നാബോത്ത് എന്ന ഭക്തനെ ആഹാബ് ഭാര്യയുടെ ആവശ്യപ്രകാരം കൊന്നുകളഞ്ഞു. അനധികൃതമായി അവനെ കൊന്നുകളഞ്ഞു. और नाबोत के पत्नी को हालेलुया राजा ने उनके जरूरत के अनुसार उनको घात किया गया। നാബോത്തിനെ കൊന്ന അവന്റെ അവകാശം വാങ്ങിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുന്ന ആഹാബിനെതിരെ ഏലിയാവ് കടന്നു ചെന്നിട്ട് പറയുന്ന ഒരു ശക്തമായ ദൂതുണ്ട്. और नाबोत को घात करके उसका परिणाम लेकर हालेलुया चलने वाला आहाब के विरुद्ध में एली आकर कहने वाला एक बहुत बड़ा शक्ति सामर्थ्य दूध वहां पर है। ചുരുക്കെടുത്ത് പറഞ്ഞാൽ അവന്റെ രക്തം നായ്ക്കൾ നക്കിയ ഇടത്ത് നിന്റെയും രക്തം നായ്ക്കൾ നക്കും. ഒരു കണക്ക് തീർപ്പുണ്ടെന്നൊരു കഠിന ദൂത് ആഹാബിനോട് ഏലിയാവ് പറഞ്ഞു. आहाब से एलिया कहते वहां पर उसके लहू को, उसके रक्त को कुत्ते ने जहां पर चाट लिया है, तेरे ही साथ में यही होगा करके एक दूत, एक वाणी, एक चेतावनी उसको देते हैं। ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും നീചനും ദുഷ്ടനുമായ രാജാവാണ് ആഹാബ്. और इसराइल के इतिहास में बहुत नीच और दुष्ट राजा था आहाब। പക്ഷെ കഠിന ദൂതിന്റെ മുൻപിൽ അവൻ ദൈവം മുൻപാകെ താഴ്ത്താൻ തീരുമാനിച്ചു. 21-ാമത്തെ അധ്യായം ലാസ്റ്റ് ഭാഗത്ത് കിടപ്പുണ്ട്. और 21 का अध्याय में आखिरी में लिखते हैं कि वो इतना क्रूर, इतना दुष्ट होकर भी परमेश्वर के सामने वो दीन होने के लिए वो तैयार हुआ। ദൂതിന്റെ മുൻപിൽ താഴ്ത്താൻ
ആഹാബ് തയ്യാറായപ്പോൾ ദൈവം ഒരു വലിയ കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. और आहाब जब अपने आप को जब दीन करने के लिए जब तैयार हुआ तो परमेश्वर बहुत बड़ा कार्य वहां पर कर रहा है. ദൈവവേദി അവനോട് പറഞ്ഞു, അവൻ എന്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവന്റെ കാലത്ത് സംഭവിപ്പിക്കാൻ വെച്ചിരുന്ന അനർത്ഥം ഞാൻ അവന്റെ തലമുറയുടെ കാലത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. आमीन, हालेलुया. एलिया से परमेश्वर ने कहा, हालेलुया, उसने मेरे सामने नम्र हुआ, इसके लिए मैंने जो सोच के रखा था वो उसके आने वाला पीढ़ी के समय में वो विपत्ति डालने का मैंने सोच विचार करके रखा है. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ ഇങ്ങനെ പറയാം, ദുഷ്ടൻ താഴ്ത്തിയപ്പം ദൈവം അനർത്ഥത്തെ എക്സ്റ്റെൻഡ് ചെയ്തെങ്കിൽ ഭക്തൻ താഴ്ത്തിയാൽ എത്ര കനത്ത വിടുതലുകൾ നടക്കും. आपको समझने के लिए मैं कहना चाहता हूं, अगर दुष्ट अगर मन फिराता है तो परमेश्वर उसको क्रोध को अगर लंबा करता है, तो एक भक्त अगर दीनता में आ जाए तो परमेश्वर कितना उसका अनर्थ को दूर कर देगा. आमीन. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ഭക്തന്മാരാണ്. और आज यहाँ पर मेरे शब्द को सुनने वाले मैं विश्वास करता हूँ सभी लोग परमेश्वर का भक्त लोग हैं. ദുഷ്ടനായ ആഹാബ് ദൈവം മുൻപാകെ താഴ്ത്തിയപ്പോൾ ദൈവം അവന്റെ താഴ്മ കണ്ടിട്ട് അവന്റെ മേൽ സംഭവിപ്പിക്കാനുള്ളത് തലമുറയുടെ കാലത്തോട്ട് മാറ്റിയെങ്കിൽ ഈ രാത്രിയും ചില പ്രതിബന്ധങ്ങൾ മാറിപ്പോകട്ടെ. आमीन, हालेलुया. दुष्ट व्यक्ति अगर मन फिराकर उसका विपत्ति को परमेश्वर हटा दिया तो भक्त लोग जो जितने भी लोग हैं जो सुन रहा है उसका जितने भी विपत्ति आने वाले हैं वो हट जाने दो. അനുഗ്രഹീതനായ ഒരു കർത്താവിന്റെ ദാസൻ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്, ടാങ്കിന് മുകളിൽ ഒരിക്കലും ടാപ്പ് വർക്ക് ചെയ്യത്തില്ല. अनुग्रहित परमेश्वर के दास ने ऐसा कहे कि टैंक के ऊपर कभी भी एक टैप जो है वो कभी भी वहां पर कार्य नहीं कर सकता है. ചുരുക്കി പറഞ്ഞാൽ താഴ്മ ധരിക്കാൻ മനസ്സ് വെച്ചെങ്കിലേ ഒരു മറുപടി പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയൂ. अगर मैं कुल मिलाकर करूं तो अगर दीनता के साथ में अगर प्रार्थना करें तो ही हम उसका प्रतिफल पा सकते हैं. പ്രാർത്ഥനയ്ക്കകത്തെ നാലാമത്തെ ഘടകം എസ്രായുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു വരട്ടെ. ഏറ്റുപറച്ചിലാണ് അവിടെ കിടക്കുന്നത്. പ്രാർത്ഥനയിൽ നാലാമത് ചേരേണ്ടത് ഏറ്റുപറച്ചിലാണ്. और चौथा बात यह है कि हालेलुया, अपना बात परमेश्वर के सामने कबूल करने का कबूल ही करना है. പ്രാർത്ഥനയ്ക്കായി അടുത്ത് വരുന്നവരൊക്കെ തിരിച്ചറിഞ്ഞോണം. और जितने लोग प्रार्थना के लिए जो करीब में आते हैं वो इस बात को ध्यान दे. ഏറ്റു പറഞ്ഞുപേക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കാവൂ. അല്ലാത്ത പ്രാർത്ഥനകൾ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമാവുകയില്ല. प्रियो, अगर कोई भी बात परमेश्वर के सामने कबूल करना है वो कबूल करे, वरना कोई भी प्रार्थना परमेश्वर स्वीकार नहीं करता. ദൈവത്തോട് ഏറ്റു പറയേണ്ടത് ദൈവത്തോടും മനുഷ്യരോട് ഏറ്റു പറയേണ്ടത് മനുഷ്യരോടും ഏറ്റു പറഞ്ഞ അനന്തരം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഒരു റിസൾട്ട് നമ്മുടെ കരത്തിൽ എത്തിച്ചിരിക്കും. जो परमेश्वर से कबूल करना है वो परमेश्वर से कबूल करे, और जो मनुष्य के सामने कबूल करना है वो मनुष्य के सामने कबूल करना है. ഒരു ദേവദാസന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയട്ടെ. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, പറഞ്ഞു തീർക്കേണ്ടത് ഒന്നും പ്രാർത്ഥിച്ചാൽ തീരത്തില്ല, പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തീർക്കുക തന്നെ വേണം. आमीन. एक परमेश्वर के भक्त ने ऐसा कहा, जो बात कहकर पूरा करना है वो कहकर ही पूरा करना है, वो प्रार्थना करके कभी नहीं हटेगा. आमीन. തോമസ് എം സി പാസ്റ്ററോട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് അദ്ദേഹവുമായിട്ട് ഞാൻ പറഞ്ഞു തീർക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ ഞാൻ എന്റെ വീട്ടിലെ എത്ര വട്ടം കുടഞ്ഞു നിവർത്തിയിട്ടാലും അദ്ദേഹവുമായിട്ട് ഞാൻ ഒരു നിരപ്പ് പ്രാപിക്കാത്തിടത്തോളം എന്റെ പ്രാർത്ഥന ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയത്തില്ല. आमीन. अगर एमसी थॉमस पास्टर जी के साथ में अगर कोई भी बात का मेल मिलाप करना है, हालेलुया, वो उनके साथ में करना ही है. उसके सिवा में अपने घर पे जाके कितना भी बार मैं चटाई बिछा के मैं प्रार्थना करूं, वो प्रार्थना परमेश्वर के सामने कभी भी कबूल ही नहीं होगा. ഉദാഹരണം ഞാൻ പറയുന്നില്ല. പ്രാർത്ഥനയിലെ നാലാമത്തെ ഘടകം ഏറ്റുപറച്ചിലാണ്. और मैं उदाहरण नहीं कहता. चौथा बात है कबूल करना. അഞ്ചാമത്തത് ഒടുവിലത്തതുമായ ഘടകം ദാനിയേൽ പ്രവചനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട അഞ്ചാമത്തെ ഘടകം സ്തോത്രമാണ്. और हालेलुया, 5वां बात है दानियेल की पुस्तक उसका 6-10 में 5वां बात है कि धन्यवाद उसका बीच में स्तुति आना जरूरी है. ചിലര് പറയും, പാസ്റ്റർ അങ്ങനെ അതിനെന്തിനാ സ്വോത്രം ചേർക്കുന്നത്? നമ്മുടെ പാത്രം എല്ലാം കൂടെ എടുത്താൽ മൊത്തം സ്വോത്രമല്ല ഉള്ളൂ. और हम लोग देखते हैं कि हालेलुया आजकल तो जितना भी देखे स्तुति और धन्यवाद ही है, और कुछ दिख नहीं रहा. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്തോത്രത്തിന്റെ കാര്യമല്ല. അവിടെ സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം താങ്ക്സ് ഗീവിംഗ്, നന്ദി അർപ്പണം എന്നാണ്. और यहाँ पर धन्यवाद का मतलब है कि हालेलुया मतलब धन्यवाद का प्रार्थना करके लिखा गया है. यहाँ पर നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ സ്തോത്രമുണ്ട്. അത് പലപ്പോഴും ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലരും സ്തോത്രം പറയുന്നത്. हमारे प्रार्थना में स्तोत्रम या तो धन्यवाद जरूर आता है, मगर जहां पर शब्द नहीं मिलते
वो जगह भरने के लिए हम वहां पर धन्यवाद धन्यवाद स्तुति हम करते रहते हैं। പറഞ്ഞു വരുമ്പോ നമുക്കൊരു വാക്ക് വിക്കിപ്പോയി, ഉടനെ നമ്മൾ പറയും സ്തോത്രം സ്തോത്രം. ഇത് ദൈവത്തോടുള്ള നന്ദി കൊണ്ടൊന്നും പറയുകയല്ല, ആ സ്തോത്രം പറയുമ്പോൾ അടുത്ത് പറഞ്ഞു പിടിപ്പിക്കാനുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. आमीन, हालेलुया। कई बार हम जब प्रार्थना करते हैं या तो हमें शब्द नहीं मिलता तो तुरंत हम धन्यवाद धन्यवाद बार बार कहते हैं। ये धन्यवाद हम परमेश्वर को नहीं कहते हैं, हमारा आगे का प्रार्थना को ज्वाइन करने के लिए हम ये धन्यवाद जोड़ देते हैं। ഇങ്ങനെയുള്ള സ്തോത്രത്തിന്റെ കാര്യമല്ല, ദൈവം ചെയ്ത ഉപകാരത്തെ അകത്ത് ധ്യാനിച്ചിട്ട് അകത്തുനിന്ന് പൊന്തി വരുന്ന നന്ദി അർപ്പണത്തിന്റെ സ്തോത്രമാണ് പ്രാർത്ഥനയിൽ ആവശ്യം. आमीन। मैं ये धन्यवाद का बात नहीं कर रहा हूं, दिल की गहराई से अंदर से परमेश्वर के उपकार को याद करते हुए जो आप धन्यवाद करते हैं वो धन्यवाद का बात मैं कर रहा हूं। അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് ചേരേണ്ട 5 ഘടകങ്ങൾ. എന്റെ പ്രാർത്ഥന ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. हालेलुया। तो प्रार्थना के बीच में आने वाला 5 बातें हमने यहाँ पर देखा कि हालेलुया, मेरी प्रार्थना तेरे सामने सुगंध धूप और मेरा हाथ फैलाना संध्या काल का अन्न बलि ठहरे। പ്രാർത്ഥനയുടെ നിഴലാണ് ധൂപം. ധൂപാർപ്പണത്തിനകത്ത് ധൂപവർഗക്കൂട്ടിനകത്ത് 5 ഘടകങ്ങൾ. അതുകൊണ്ട് അതിന്റെ പൊരുളായ പ്രാർത്ഥനയ്ക്കകത്തും കുറഞ്ഞ വർഷം 5 ഘടകങ്ങൾ ചേരേണ്ടത് അനിവാര്യമാണ്. जिस तरीके से धूपदानी के अंदर 5 वस्तुओं का मिलना बहुत जरूरी है, हमारा प्रार्थना में भी ये 5 हालेलुया बात आना बहुत जरूरी है। എന്റെ മുൻപിൽ ഇനി 10 മിനിറ്റ് അവശേഷിക്കുന്നു. അതിനകത്ത് ചരിത്രത്തിൽ ധൂപം കാണിച്ചപ്പോൾ വെളിപ്പെട്ട 3 വിടുതലുകൾ കൂടി വേഗേന പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. मेरे सामने 10 मिनट बचा है, उसके बीच में इतिहास में 3 बात जो धूपदानी के मैं बताना चाहता हूं। ഇതുപോലെ ചേരേണ്ടതെല്ലാം ദൈവം മുൻപാകെ ചേർത്ത് നമ്മുടെ പ്രാർത്ഥന ഒരു ധൂപം കണക്കെ മുകളിലോട്ട് ഉയർന്നാൽ കനത്ത ചില മറുപടികൾ പ്രാർത്ഥിച്ചവർക്ക് പ്രതീക്ഷിക്കാം. प्रियो, इस तरीके से सारे वस्तु मिलाकर अगर आप प्रार्थना करें तो परमेश्वर हर एक बात को जवाब आप पा सकते हैं। ചരിത്രത്തിൽ ധൂപം കാണിച്ച ഒന്നാമത്തെ ഒരിടം കാണിക്കാം. സംഖ്യാപുസ്തകം 16-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യം. और सबसे पहले हम देखते हैं कि गिनती का पुस्तक 16 अध्याय हालेलुया उसका 47 वचन. 16-ാമത്തെ അധ്യായത്തിലെ പ്രമേയം മോശയ്ക്കും അഹരോനും എതിരായി ദൈവം ആക്കി വെച്ച നേതൃത്വത്തിനെതിരെ തിരിഞ്ഞ ആളുകളെ ദൈവം കൈകാര്യം ചെയ്ത അധ്യായമാണ് സംഖ്യ 16. और वहां पर हमको देखते हैं कि 16 अध्याय मूसा और अहरोन के विरोध में जो लोग खड़े हो गए थे उनको परमेश्वर के दंड का सामना करना पड़ा. इस बात को हम 16 अध्याय में देख सकते हैं. കോരഹ്, ദാതാം, അബീറാം, ഓൻ എന്നിവരുടെ നേതൃത്വത്തിൽ മോശയ്ക്കെതിരെ ഒരു സംഘടിതമായ കൂട്ടുകെട്ടുണ്ടാക്കി. അവര് മോശയോട് പറഞ്ഞു, നിങ്ങളെ മാത്രമൊന്നുമല്ല ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചത്, ഞങ്ങളെ ഒക്കെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. और हमको देखते हैं कि कोरह का पुत्र कोरह, एलियाब, दातान और अबीराम ये सब लोग मिलाकर उसके विरुद्ध में खड़ा हो गया. उसने कहा कि परमेश्वर आप ही को नहीं, हम भी परमेश्वर का सेवा कर सकते हैं. നമ്മൾ എത്ര വലിയവരാണെങ്കിലും നമ്മുടെ മേൽ ദൈവം ആക്കി വെച്ച നേതൃത്വത്തെ അംഗീകരിക്കാൻ മനസ്സുണ്ടോ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. हम कितना भी बड़ा हो मगर परमेश्वर के बात को अंगीकार करके अगर उसका नेतृत्व करने की बात हो, वहां पर एक बात देखने को मिलता है. അങ്ങനെ ഈ സഭയുടെ ഇടയ്ക്ക് കലഹം ഉണ്ടാക്കി ഭൂരിഭാഗം ആളുകളെ ഭൂമി ജീവനോടെ വായി പിളർന്നു വിഴുങ്ങിക്കളഞ്ഞു എന്ന് പുസ്തകം പറയുന്നു. और वहां पर ऐसा देखते हैं कि बहुत बड़ा एक बात वहां पर हालेलुया बनने के बाद में धरती वहां पर फट गया और धरती लोगों को अनेक लोगों को निगल गया करके वहां पर देखने को मिलता है. 250 പേര് ധൂപകലശം കരത്തിലെടുത്തു, അന്യാഗ്നി കത്തിച്ചു, അവരെ ദൈവത്തിന്റെ തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു കളഞ്ഞു. और वहां पर लिखते हैं कि हालेलुया जो आग उनके पास से निकली थी उन 250 हालेलुया धूप चढ़ाने वालों को भस्म कर डाला. കനത്ത 2 ശിക്ഷണ നടപടികൾ പാളയത്തിനകത്തുണ്ടായിട്ടും ബാക്കിയുള്ളവർ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും അതെല്ലാം മറന്നുപോയി. और इतने बड़ा 2 दंड पाने के बाद में भी सो के उठने के बाद में वो लोग वो सब कुछ भूल गया. പിറ്റേ ദിവസം അവർ എഴുന്നേറ്റ് വരുന്നത് മോശയ്ക്കും ദൈവത്തിനും എതിരെ പിറുപിറുത്തോണ്ട. और दूसरा दिन वो लोग नींद से उठते कैसे आते हैं? मूसा हालेलुया और परमेश्वर के विरुद्ध बुड़बुड़ा कर उठने लगा वो लोग. സഹികെട്ട ദൈവം അവരുടെ ഇടയ്ക്ക് ഒരു ബാധ അയച്ചു. 16,000 ചില്ലുവാനും പേര് ആ ബാധയേറ്റു പാളയത്തിൽ മരിച്ചു. और उसमें तंग आकर परमेश्वर ने एक बाधा को उनके बीच में छोड़ा. कम से कम 16,000 से अधिक लोग उस बाधा के जो बाधा के कारण उनकी मृत्यु हो गया. ബാധയേറ്റ ആളുകൾ മരിച്ചു വീഴുന്നത് മോശ കണ്ടപ്പോൾ മോശ അഹരോനോട് പറഞ്ഞു, ഇത് നോക്കി നിൽക്കേണ്ട സമയമല്ല, നീ ഓടിച്ചെന്ന് ധൂപകലശം കരത്തിലെടുത്ത് അതിൽ ധൂപവർഗ കൂട്ടിട്ട് ഇവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ പറഞ്ഞു. और इसके बीच में भी मूसा से परमेश्वर ने कहा ये देखकर खड़ा रहने का समय नहीं है,
तू जा धूप वेदी मिलाकर धूपदानी लेकर ये 5 वस्तुओं को लेकर धूपदानी जलाकर तू प्रार्थना करे। അതെന്നാ മോശയ്ക്ക് കാണിച്ച പോരായിരുന്നു? അഹരോനോട് പറഞ്ഞ കാലതാമസമല്ലേ? ഉദ്ദേശിക്കുന്ന കാര്യം ഓടിച്ചെന്ന് ചെയ്താൽ പോരായിരുന്നു മോശയ്ക്ക്? तो क्या हालेलुया आरोन को कहकर मूसा क्या भागकर ये जाके कर नहीं सकते थे? പഴയ നിയമത്തിൽ മോശയ്ക്ക് ധൂപം കാണിക്കാൻ പ്രമാണമില്ല. ധൂപം കാട്ടവരുടെ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവർക്ക് ധൂപം കാട്ടാൻ അനുവാദമുള്ളൂ. यस, पुराने नियम में वो धूपदानी जलाने का जो सेवकाई है वो मूसा के लिए नहीं था। वो हालेलुया जो लोग उसके लिए नियुक्त किया गया है वही लोग को वो काम करना है। ഒരിക്കൽ ഒരു രാജാവ് അനധികൃതമായി ധൂപം കാട്ടുന്നതിനിടയിൽ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. രാജാവാണെങ്കിലും പ്രമാണിയാണെങ്കിലും അനർഹമായത് ചെയ്താൽ തമ്പുരാൻ വെറുതെ വിടത്തില്ല. आमीन हालेलुया। एक बार एक राजा धूपदानी जलाकर हालेलुया उसको चढ़ाने की कोशिश की है। वो करते बीच में ही उसके हालेलुया माथे का बीच में कोढ़ का बीमार आया करके हमको वहां पर देखने मिले कि तुम कितना भी बड़ा राजा हो, कितना भी बड़ा धनवा भी क्यों ना हो, जिस व्यक्ति को नियुक्त किया है वही सेवा को कर सकते हैं। എന്നാൽ ഇന്ന് നമുക്കെല്ലാം പ്രാർത്ഥനയുടെ ധൂപം ചെയ്യാം. കാര്യം തിരുവചനം പറയുന്നു നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. आमीन हालेलुया। मगर आज हम सभी लोग उस धूपदानी का सेवा कर सकते हैं। क्यों? वचन कहले कि तुम राजकीय हालेलुया, तुम पददागारी, तुम राजकीय वंश के लोग है करते कहता है। ആട്ടെ, അഹരോൻ ഓടിച്ചെന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ കയറി നിന്ന് ധൂപം കാണിച്ച് പ്രായശ്ചിത്തം ചെയ്തപ്പോൾ പുസ്തകം പറയുന്നു ബാധയടങ്ങി. हालेलुया। हमको देखते कि हारून ने वहां पर चला गया और कुछ लोग मरे हैं, कुछ लोग जिंदा है। उसके बीच में खड़े होकर जब धूपदानी चलाया वहां पर कहते कि बाधा और रोग वहां पर रुक गया। ചരിത്രത്തിൽ ധൂപം കാണിച്ചപ്പോൾ വെളിപ്പെട്ട ഒന്നാമത്തെ വിടുതൽ അനവധി പേരുടെ ജീവനെ അപഹരിച്ചുകൊണ്ട് കടന്നുകയറ്റം നടത്തിയ ബാധ ധൂപം കാണിച്ചവന്റെ കാൽ കീഴടങ്ങിയെങ്കിൽ हालेलुया। इतिहास के चरित्र में हम देखते हैं कि अगर बहुत बड़ा बाधा, एक रोग, एक जो बीमारी है वो आने का, अगर धूप जलाने से अगर वो रुक गया तो ശക്തമായ പ്രാർത്ഥന നിന്റെ അതരത്തിൽ നിന്ന് ഉയർന്നാൽ അടങ്ങാത്ത ചില ബാധകളെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം അടക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. आमीन हालेलुया। अगर तेरे सामर्थ्य से भरा हुआ प्रार्थना अगर परमेश्वर के पास जाएंगे तो बहुत बड़े बड़े बाधा जो हमारे विरुद्ध में उठते हैं परमेश्वर उसको रोकने के लिए विश्वास योग्य परमेश्वर है। आमीन। അടങ്ങാത്തത് അടങ്ങും, ഒതുങ്ങാത്തത് ഒതുങ്ങും. നിന്റെ കയ്യിൽ ഒതുങ്ങി വരാതത് ഒതുങ്ങി മാറിപ്പോകുന്നതിനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ കരത്തിനകത്ത് ഒതുക്കി ശാശ്വതമായ ചില പരിഹാരങ്ങൾ, നീറുന്ന ചില വിഷയങ്ങൾ നമ്മൾ അയക്കാൻ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. आमीन हालेलुया। जो तुम्हारे हाथ के अंदर नहीं आता, जो तुम्हारे हाथ के हथेली के अंदर नहीं आता, ऐसे विषय में अगर तुम प्रार्थना करोगे व्यवस्था के साथ में, 5 चीजों के साथ में, तो उस चीज को हमारे बस में लेके आने के लिए हमारा परमेश्वर आज हमारे लिए सर्वशक्तिमान है। आमीन। 2 ശമൂവേൽ 4-ാമത്തെ അധ്യായത്തിൽ ഒരു രാജാവ് ഒരിക്കൽ സഹോദരിയുടെ പുത്രന്മാരെ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു, സെരൂയയുടെ പുത്രന്മാരോ അവർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാർ തന്നെ. दूसरा शमूएल 4 अध्याय में हालेलुया राजा ने जब अपने जो कुछ लोगों को अगर अपने बस में नहीं कर सका तो उसने कह दिया कि सेरूया के जो बच्चे हैं वो कभी भी मेरे बस में नहीं आता। ദാവീദിന് സ്വന്തം സഹോദരിയുടെ മക്കളെ അടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പുള്ളി എഴുതി അവർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാർ തന്നെ. और दावीद अपने खुद के बहन के बच्चे लोगों को अपने बस में नहीं कर सका, इसलिए उसने कहा कि वो बच्चे जो कभी मेरे हद में या तो मेरे बस में नहीं आते। എന്നാൽ 1 ശമൂവേൽ 7-ന്റെ അവസാനം നമുക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ഫെലിസ്ത്യർ ഒതുങ്ങി. हालेलुया। मगर पहला शमूएल के हालेलुया 7वें अध्याय के आखिर में ऐसा देखने को मिले कि हालेलुया शमूएल हालेलुया विरोधी लोग हैं उसके हाथ के बस में आ गए। ഒരു രാജാവിന് ചില ആളുകളെ ഒതുക്കാൻ കഴിയാത്തപ്പോൾ മറുപുറത്ത് പ്രാർത്ഥിക്കുന്ന ശമൂവേലിന് ഒരു രാജ്യത്തെ ഒതുക്കാൻ പറ്റി. आमीन। एक राजा जब दुश्मन को अपने बस में नहीं कर सकता है मगर प्रार्थना करने वाला एक व्यक्ति दुश्मन को अपने बस में कर देता है। आमीन। ചരിത്രത്തിൽ ധൂപം കാണിച്ചപ്പോൾ വെളിപ്പെട്ട ഒന്നാമത്തെ വിടുതൽ അടങ്ങാത്ത ബാധകൾ അടങ്ങി, ഒതുങ്ങാത്ത വിഷയങ്ങൾ ഒതുങ്ങി. और इतिहास में सबसे पहला धूपदानी जलाकर जो अपने बस में नहीं आता था वो बस में आता था, जो कभी अपने हथेली पे नहीं आता था वो हथेली के बीच में आके झुक गया। രണ്ടാമതൊരു കാര്യത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് അനുവദിക്കപ്പെടുന്ന സമയം എടുത്തിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. സക്കറിയാവ് ധൂപം കാണിക്കുന്ന നാഴികയിൽ
ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിന്ന് ദൂതൻ സെക്കരിയാവിനോട് പറഞ്ഞു, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. और दूसरा बात, लूका का सुसमाचार उसका पहला अध्याय में हमको बताता है कि वहां पर जकरिया के बारे में, जकरिया ने जब याजक बनकर जब धूप को जलाया तो हालेलुया उसको धूप जलाकर दाहिनी ओर में परमेश्वर के दूध आकर उससे बातें किया वहां पर. അവിടെ സെക്കരിയാവ് ധൂപം കാണിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ അവസാന കണ്ണി എന്നുള്ള നിലയിൽ പ്രാർത്ഥനയുടെ നിഴലായ കാര്യം അകത്തു ചെയ്യുന്നു, പുറത്തു ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വെളിപ്പെട്ട ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. आमीन. वहां पर जकरिया याजक के रूप में अंदर जो धूप जलाने का काम करते थे, बाहर कुछ लोग और बैठे थे, मगर वहां पर ऐसे लिखे कि परंतु स्वर्गदूत ने उससे कहा, हे जकरिया, भयभीत ना हो, क्योंकि तेरी प्रार्थना सुन ली गई है. ഏതാണ് പ്രാർത്ഥന? ഗൗരവമുള്ള ഒരു കാര്യമുണ്ടെങ്കിലും സിമ്പിളായ ഒരു കാര്യം ഞാൻ അതോട് ചേർത്ത് വെക്കട്ടെ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഒരു പുരോഹിതനായിരുന്നു സെക്കരിയാവ്. क्योंकि कौन सा भोज के साथ में प्रार्थना है, उसके पास कोई अपना औलाद नहीं था, कोई उसका पीढ़ी नहीं था, कोई वारिस नहीं था, वो उसका प्रार्थना था. ചരിത്രത്തിൽ ധൂപം കാണിച്ചപ്പോൾ സെക്കരിയാവിനോട് ദൈവം പറഞ്ഞ ദൂത ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ കൈമാറട്ടെ, തലമുറയുടെ വിഷയത്തിൽ എന്റെ ദൈവം ധൂപം കേട്ട് ഒരു ഉത്തരം അയക്കാൻ പോവുകയാണ്. अपने बच्चों के विषय में, अपने पीढ़ियों के विषय में आपका धूपदानी जलाकर जो प्रार्थना है, उसमें परमेश्वर कुछ लोगों के जीवन में छुटकारा भेजने जा रहा है. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറയെ തന്നുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനും, തലമുറയ്ക്ക് യാതൊരു വിഷയത്തിലും ഒരു മുന്നേറ്റമില്ലാതെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് തലമുറയുടെ നീറുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടൊരു മറുപടി അയക്കാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. आमीन. जिसका पास औलाद नहीं है, पीढ़ी नहीं है, उसको पीढ़ी देने के लिए, और जिसका हालेलुया औलाद है, उनका अच्छा भविष्य के लिए जो लोग रो रो के प्रार्थना करते हैं, उनको आपका प्रार्थना के साथ में छुटकारा देने के लिए हमारा परमेश्वर काफी है. മൂന്നാമത്തെ ഒരു ഉത്തരം വെളിപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഇടയ്ക്കത്തെ കാര്യം ഞാൻ വിട്ടുകൊണ്ട് ആ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 8-ാമത്തെ അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ, സ്വർണ ധൂപകലശത്തിൽ നിന്ന് ധൂപവർഗത്തിന്റെ പുകയോടുകൂടി വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസ്ഥാനത്തിലേക്ക് കയറി. അത് അവിടെ സ്വീകരിച്ചിട്ട് അതേ ധൂപകലശത്തിനകത്ത് കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ മിന്നലും ഇടിമുഴക്കവും നാദവും ഉണ്ടായി എന്ന് വെളിപ്പാട് 8-2 മുതലുള്ള വാക്യങ്ങൾ പ്രസ്താവിക്കുന്നു. और तीसरे के बारे में विवरण मेरे पास समय नहीं, मगर पद पढ़कर छोड़ना चाहता हूं. प्रकाशित वाक्य का पुस्तक उसका 8वां अध्याय उसका दूसरे वचन में ऐसा लिखे कि वहां पर 7 स्वर्गदूत देखा कि परमेश्वर के सामने खड़े हुए और 7 धूप खोल दी. तभी एक स्वर्गदूत ने सोने का धूपदान लिए आया और वेदी के निकट खड़ा हुआ और उसको बहुत धूप दिया, और सब पवित्र लोग प्रार्थना के सोने को उस वेदी को सिंहा के सामने चढ़ाए. ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം, വിശുദ്ധന്മാരുടെ കണ്ണുനീരിൽ കുതിർന്ന് മോളിലോട്ട് കയറിയ പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം പ്രതിക്രിയ എന്ന വണ്ണം കനല് കൂട്ടി മറുപടി കൊടുത്തു. നമ്മുടെ ദൈവം പ്രതിക്രിയകളുടെ ദൈവമാണ്. आमीन. हालेलुया. वहां पर है कि सारे पवित्र लोगों के प्रार्थना के द्वारा परमेश्वर ने उस विषय पर छुटकारा दिया. प्रियो, हमारा परमेश्वर हिसाब किताब को रखकर हमको छुटकारा देने वाला प्रभु है. ക്രിയയ്ക്ക് പകരം ക്രിയ നമ്മുടെ പദ്ധതി അല്ല, എന്നാൽ നമ്മുടെ ദൈവം പ്രതിക്രിയയുള്ള ദൈവമാണെന്ന് അറിഞ്ഞോണം. जो लोग अपने साथ में करते हैं उसके क्रिया के विरुद्ध में हम कुछ कर नहीं सकते हैं, मगर परमेश्वर उसके विरुद्ध में हमारे लिए प्रतिक्रिया करने के लिए वो हमारे लिए काफी है. കണ്ണുനീരിൽ കുതിർന്നു ഉയർന്ന പ്രാർത്ഥനയ്ക്ക് കനല് കൂട്ടി മറുപടി വന്നു. അവിടെ നാം വായിക്കുന്നത്, ഭൂമിയിൽ ഇടിയും മിന്നലും നാദം ഉണ്ടായി. ഇതിന്റെ നല്ല ഒരു തെളിവാ അപ്പോസ്തല പ്രവൃത്തി 16. അടിച്ചു മുറിവേൽപ്പിക്കപ്പെട്ട ഭക്തന്മാർ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രാർത്ഥനയുടെ ധൂപം മുകളിലോട്ട് കയറിയപ്പം വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ആ ധൂപം കലശത്തിനകത്ത് കനൽ നിറച്ച ഭൂമിയിലോട്ട് എറിഞ്ഞു. അതെ, അത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്നത്. അവര് കിടന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കി കണ്ണുനീരിൽ കുതിർന്നുയർന്ന പ്രാർത്ഥനയ്ക്ക് കനല് കൂട്ടി മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് കനല് കൂട്ടി എന്റെ ദൈവം പ്രതിയോഗികൾക്കൊരു മറുപടി നൽകുവാൻ പോവുകയാണ്. हालेलुया. अगर तुम्हारे आंसुओं से बढ़कर अगर तुम्हारा प्रार्थना चल रहा है, हाले प्रकाशित वाक्य में उसका हाले वहां पर ऐसा लिखे कि स्वर्गदूत ने दूतदान को लेकर जब वेदी में आग भरी और पृथ्वी पर डाल दी, और वहां पर गर्जन का शब्द और बिजलियां और भूकंप होने लगे पृथ्वी में. हालेलुया.
प्रेरितों के काम में 16 अध्याय में हमको यही मिलते कि पौलुस और सीलास के समय में भी उनका प्रार्थना जब ऊपर गया तो उत्तर लेकर वहां पर नीचे हाले उसका जो हिरासत है उसका बुनियाद को हिला दिया। ആമേൻ. ശേഷിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കുറവ് തീർത്ത് തരട്ടെ. 2-3-4 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്ന ഒരു സന്ധ്യായാഗമായും തീരട്ടെ. ചേരേണ്ടതൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ, ധൂപം കാണിച്ചപ്പോൾ ചരിത്രത്തിൽ വെളിപ്പെട്ട വിടുതലുകൾ 3 നാം ഇവിടെ ധ്യാനിച്ചത്. 1, അടങ്ങാത്ത ബാധകൾ അടങ്ങി, ഒതുങ്ങാത്ത വിഷയങ്ങൾ ഒതുങ്ങി. 2, തലമുറകളുടെ വിഷയത്തിന്റെ മേൽ ഒരു പരിഹാരമായി. 3, ചില പ്രതിക്രിയകൾ ധൂപം ഉയർത്തിയപ്പോൾ അതിന്റെ പ്രതിക്രിയ എന്ന വണ്ണം ഭൂമിയിലേക്ക് വെളിപ്പെട്ടതുപോലെ മഹത്തരമായ ചില മറുപടികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. ഈ രാത്രി ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥനയിൽ തുടരുവാൻ ദൈവകരത്തിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തൻ നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. हालेलुया. बाकी का जो जगह है पवित्र आत्मा को पूरी करके दे। मैं कुल मिलाकर इतना ही कहना चाहता कि इतिहास के चरित्र के 3 बातों को हमने देखा है कि बहुत बड़ा बाधा भी जब हालेलुया आंसू के साथ में प्रार्थना किया वहां पर रुक गया। मेरे और आपके प्रार्थना हर धूपदानी की तरह सारे वस्तुओं को मिलाकर जब करेंगे तो सारे हालेलुया रीति के अनुसार करने के लिए हमारा सुगंध जो परमेश्वर के पास पहुंचने के लिए प्रार्थना में आगे बढ़ने के लिए प्रभु मुझे और आप सबको सहायता करे. समय देवा सारे लोगों में धन्यवाद करता हूं. അവസരം നൽകിയ ബഹുമാന്യ കർത്താവിന്റെ ദാസനോടും ശ്രദ്ധയോടെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, നന്ദി അറിയിക്കുന്നു. സർവശക്തൻ നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. आमीन. अवसर दिया परमेश्वर के दास और इसमें जुड़े हुए सारे भक्तों को और एक बार मैं धन्यवाद करता हूं. सर्वशक्तिमान परमेश्वर आप सबको वचनों से आशीष करे. आमीन. आमीन. प्रेज द लॉर्ड. हालेलुया. धन्यवाद. हालेलुया. परमेश्वर को धन्यवाद देता हूं. प्रिय, आज बहुत अच्छा एक प्रार्थना का उदाहरण मुझे लगता है कई दिनों से हालेलुया प्रार्थना के कई वचन को हम सुन रहे हैं, मगर आज जो वचन सुना है कई बात को हमको सिखाने को मिला है. हालेलुया. അനുഗ്രഹിക്കപ്പെട്ട വചനം, അതിന്റെ ആലോചനകൾ, പ്രാർത്ഥനയിൽ വേണ്ടുന്ന കാര്യമായ ചില കാര്യങ്ങൾ, ഹാലേലൂയ 5 കാര്യങ്ങൾ ഹാലേലൂയ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്ന ഹാലേലൂയ ദേവദാസനോട് ഞങ്ങളുടെ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷനിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദേവദാസനെയും കുടുംബത്തെയും അങ്ങയുടെ വേലയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. हालेलुया. प्रियो, आज जो सुना हुआ वचन के लिए हम प्रार्थना करेंगे. परमेश्वर के दास हालेलुया यीशुदास जी के लिए हम प्रार्थना करेंगे. जो प्रार्थना सुना है, वचन प्रार्थना का जो वचन व्यवस्था आज उन्होंने सुना है, जितने भी लोग ये जूम में जुड़ा है, आज के बाद हमारा प्रार्थना वो सुगंध धूपदान की तरह हालेलुया वो परमेश्वर के पास फैला है. भजन संहिता लिखने वाला कहता है, मेरा हाथ फैलाना संध्या काल का अन्न बलि ठहरे और मेरी प्रार्थना तेरे सामने सुगंध धूप की तरह ठहरे. इन दिनों में प्रभु हम सबको सहायता करे, नम्र होकर आंसू के साथ में, याचना के साथ में, दीनता के साथ में, कबूली के साथ में और धन्यवाद के साथ में 5 प्रकार के बातों को उन्होंने बताया, ये हमारे जीवन में अमल करे. परमेश्वर के दास के लिए प्रार्थना करेंगे, जुड़े हुए सारे लोग के लिए प्रार्थना करेंगे. आखिर के प्रार्थना करके आशीर्वाद बोलने के लिए परमेश्वर का दास MC थॉमस अभी एक व्यक्ति का नाम बताएंगे. जॉर्ज मैथ्यू के हाँ, ओके. पास्टर जॉर्ज मैथ्यू हमारे बीच में है. वो पास्टर जी സ്തോത്രം 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 വിശ്വസ്തനാദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനാണ് ഞങ്ങൾ പിന്നെയും കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, ഈ ദിവസത്തിന്റെ സന്ധ്യാസനങ്ങൾക്ക് ഇപ്രകാരത്തിലേക്ക് കടത്തുവാനും ദൈവകർത്താവിനെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവകർത്താവിനെ സ്തുതിസ്തോത്രം അർപ്പിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിച്ചു ഓർത്തുവിനെയും കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവെ സംസാരിക്കാൻ കർത്താവെ അവിടുത്തെ വിലപ്പെട്ട ദാസനെ കർത്താവെ, ഹല്ലേലൂയ, അതേ കോട്ടയത്തിന് കർത്താവ് പുതുപ്പള്ളി ഞങ്ങളോട് ഒന്നിച്ച് ഉണ്ടെന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ദാസനെ രാത്രികാലം അവിടുന്ന് കരുണത്തെ ഉപയോഗിച്ചാണ് ഞങ്ങളെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അതേ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിരിക്കുന്നതായ 5 കാര്യങ്ങളെ കൂടി ഞങ്ങൾ ഇന്ന് രാത്രികാലം സംസാരിച്ചല്ലോ കർത്താവെ, ഹല്ലേലൂയ. ദൈവദാസൻ ഉറപ്പിച്ചു കൊടുക്കുന്ന കർത്താവെ, അതേ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതായിരിക്കുന്ന എല്ലാ കാര്യം കർത്താവെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിപ്പാനും കർത്താവെ അപ്രകാരം കർത്താവെ, ഹല്ലേലൂയ, അത് ദൈവം അംഗീകരിക്കുന്ന തൂമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അറിയിച്ചു. ഞങ്ങളുടെ പ്രതികളോടൊക്കെയും കർത്താവ് പ്രതികാരം നോക്കുകയും ഓർപ്പിച്ചുള്ള കർത്താവെ, അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തി ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അതേ കണ്ണീരോടുകൂടിയും താഴ്മയോടെയും, ഹല്ലേലൂയ, ഏറ്റുപറിച്ചുകൊണ്ടും സ്വത്തിനോടൊക്കെയും പ്രാർത്ഥിപ്പാൻ നോക്കണം. ഞങ്ങളെ കർത്താവ് ഓരോ ദിവസവും സഹായിക്കുകയും തുടങ്ങുകയും ചെയ്യുന്നത് പിന്നെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നവയെ, ഹല്ലേലൂയ.
രാത്രികാലം പ്രാശ്വന്തിന്റെ ദാസനോട് സംസാരിക്കും, ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്തതിനായിട്ട് സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. പിന്നെ ഇന്ദ്രാസിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച കൃത്യമായിട്ട് പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവിന്റെ അവിടുന്ന് സഭയാട് കർത്താവേ, കുടുംബാട് കർത്താവ് ഒരു ദിവസങ്ങളിൽ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ കർത്താവേ, ഈ കോൺഗ്രസ് ചുമതലയ്ക്കുന്നതായ MC തോമസ് പാഷ കർത്താവ്, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ദേവസ്മാരോട് പ്രാർത്ഥന കർത്താവേ, അവരും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥന. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ ആ പ്രസംഗിക്കുക പങ്കാതി പരിപാടിപ്പെടുന്ന കർത്താവേ, രാത്രികാലം പ്രാവശ്യം കർത്താവ് ഉപയോഗിച്ചല്ലോ. അതുപോലെ കർത്താവിനെ സ്തുതിക്കുകയും പഠിച്ചു ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അതിന് കർത്താവേ, മനോഹരമായ പാട്ടുകളൊക്കെയും പാടി കർത്താവിനെ ആരാധിക്കാൻ കർത്താവേ നിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിച്ചല്ലോ. അതുപോലെ കർത്താവിനെ സ്തുതിക്കുകയും പഠിച്ചു ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കർത്താവേ, ഈ മീറ്റിങ്ങിനോട് ചേർന്ന് അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രാർത്ഥന. ഹല്ലേലൂയ. ഓരോരുത്തരും കർത്താവ് രാത്രികാലം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വീണ്ടും കൃത്യമായിട്ട് പ്രാർത്ഥന. ഹല്ലേലൂയ. സകലമാനമത്വം കർത്താവിന് കിടമേ. ഞങ്ങൾക്ക് വേണ്ടി ജന്മിച്ചമായ യേശു രക്ഷകന്റെ ബലിയാർനാമത്തിൽ ഭക്ഷിക്കുമ്പോൾ കൃപണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആശീർവാദം പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമി. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമിൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവിനുഷ്യമായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശിക്കുന്ന സമര കൂട്ടായ്മയും കാവലും സഹനം സൂക്ഷിപ്പും നാമോട് ചൂടുന്ന പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷരാശിക്കാലം ദിവസവും തന്റെ കുടുംബത്തോടും തന്റെ സഭയോടുകൂടിയും ആ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ദിവസത്തോടും തന്റെ കുടുംബത്തോടും സഭയോടുകൂടിയും ഇപ്പോഴും കർത്താവിനവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അർക്കപ്പെട്ട ദൈവം ഞാൻ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. ആമീൻ.